പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. സംഭാഷണം ഒരു കലയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പക്ഷെ എന്നാൽ കുറച്ച് പേരെങ്കിലും സംഭാഷണം നിർവികാരമായി സംഭാഷണങ്ങൾ ആശയവിനിമയം നടത്താറുണ്ട്. വാക്കുകൾ മാത്രം പറയും, വാക്കുകളുടെ കൂടെ അതിൻ്റെ വിചാരമോ വികാരമോ ഒന്നും ആ വാക്കിനകത്ത് സന്നിവേശിപ്പിച്ചിട്ടുണ്ടാവില്ല. അത്തരം സംഭാഷണങ്ങൾ നിർജീവ സംഭാഷണങ്ങൾ എന്നാണ് പറയുക, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ നമുക്ക് വാക്കിന് എങ്ങനെയാണ് ശരിക്കും വികാരങ്ങളോടുകൂടെ അത് പ്രകടിപ്പിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ ആളുകൾ മനസ്സിലാക്കും. ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ ഒരു മനുഷ്യനെ 3 വിധത്തിൽ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, അയാൾ നടക്കുന്ന രീതി. മറ്റൊന്ന്, അയാൾ സംസാരിക്കുന്ന രീതി, അയാളുടെ വസ്ത്രധാരണ രീതി. ഇങ്ങനെ 3 വിധത്തിലാണ് ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഒരാളുടെ ഉള്ളിൽ എന്തൊക്കെയാണോ അതാണ് വായിലൂടെ, ഹൃദയം നിറഞ്ഞിട്ടാണ് വായിലൂടെ വരുന്നത്, നമ്മുടെ ചിന്തകൾ നിറഞ്ഞിട്ടാണ് വായിലൂടെ വരുന്നത്. അപ്പോൾ അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമുക്ക് അയാളുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും, കാതലായൊരു ഭാഗം. മറ്റൊന്ന് അയാളുടെ വസ്ത്രധാരണ രീതിയാണ്. എങ്ങനെ വസ്ത്രം ധരിക്കുന്നു? ചിലപ്പോൾ 1 മണിക്കൂർ സംസാരിക്കുന്ന കാര്യം ഒരൊറ്റ വാക്ക് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. നമുക്ക് അത്തരം ചില വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഞാൻ പറയുന്നു, ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചാൽ വെള്ളിത്താലത്തിൽ അലങ്കരിച്ചു വെച്ച സ്വർണ്ണ നാരങ്ങ പോലെ കൃത്യമായിരിക്കും. കൃത്യസ്ഥാനത്ത് അത് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമാണ്, വേണ്ടാത്തടത്ത് ഉപയോഗിച്ചാലും കുഴപ്പമാണ്. എന്തടാ ഈ എന്നുള്ള വാക്ക് നമുക്ക് പലതരത്തിൽ ചോദിക്കും. എന്തടാ നിനക്ക് എന്തടാ അങ്ങനെ ചോദിക്കാം. നമ്മുടെ ഫ്രണ്ട്സിനോട് വളരെ സൗഹാർദ്ദത്തോടെ ചോദിക്കാം, എന്തടി എന്താടാ സ്നേഹത്തോടെ ചോദിക്കാം, അല്ലേ? എന്താടാ കുട്ടികളോട് നമുക്ക് ചോദിക്കാം, അല്ലേ? എന്താടാ മോനെ, എന്താടി മോളെ, എന്താടാ മോനെ നീ ചോദിക്കാം, അല്ലേ? എന്നാൽ ഒരല്പം സ്ട്രോങ് ആയിട്ട് നമുക്ക് സംസാരിക്കാം. ക്യാരേ देखते रे എന്താ നോക്കണേ ക്യാ देखते എന്താ നോക്കണേ? ഇങ്ങനെ ഭാഷയ്ക്ക് നമ്മൾ ജീവൻ കൊടുക്കണം, വാക്കുകൾക്ക് നമ്മൾ ജീവൻ കൊടുക്കണം, ആവശ്യം അനുസരിച്ച് ജീവിക്കണം. എൻ്റെ മക്കളെ, പൊറോട്ട ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം, പത്തിരി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയാം. നമ്മൾ നോമ്പ് കാലത്താണ് നമ്മൾ നല്ല സോഫ്റ്റ് പത്തിരി ഉണ്ടാക്കുക. എന്താ ടേസ്റ്റ്! 50 എണ്ണം വരെ തിന്നാം. ഇതുപോലെ 50 എണ്ണം വരെ തിന്നാലും നമുക്ക് മടുത്ത് പോരും, അത്ര ടേസ്റ്റായിരുന്നു. ഇച്ചിരി ഇറച്ചിക്കറി ഇങ്ങനെ ഉണ്ടെങ്കിൽ സൂപ്പറായി. അല്ലെങ്കിൽ വെജിറ്റബിൾ കുറുമ വേണം. ഗോതമ്പ് മാവ് കൊണ്ട് എന്നും നമ്മൾ ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്നൊന്നും വാശി പിടിക്കരുത്. അതുകൊണ്ട് പലതും ഉണ്ടാക്കാം. അതുപോലെ ക്യാരേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും ഉണ്ടാക്കാം. ആ ക്യാരേ എന്നുള്ളതാണ് വാക്ക്. അതുകൊണ്ട് നമുക്ക് ഏതെല്ലാം തരത്തിൽ എങ്ങനെയൊക്കെ പറയാമെന്ന് നമ്മൾ ആലോചിച്ചിട്ട് വേണ്ടടുത്ത് വേണ്ട സ്വരത്തിൽ വേണ്ട ടൂണിൽ ശബ്ദം ഒക്കെ ക്രമീകരിച്ച് വേണം പറയാൻ. വേണ്ടതുപോലെ വേണം പറയാൻ. അല്ല ചുമ്മാ വെറുതെ ക്യാരേന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇത് കണ്ടോ, എന്താണ് പോടേ? ഈ പോടേന്ന് നമുക്ക് സ്നേഹത്തിൽ പറയാം. നമ്മൾ സുഹൃത്തുക്കൾ തമ്മിൽ ഒന്ന് പോടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിലാണ്, പോകാനുള്ളടത്തിലൊന്നുമില്ല. ജാവേ, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറി, ടോണ് മാറി, ടോണിൻ്റെ വേരിയേഷൻ മാറി. ഇപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? പോടേ. എന്താ പറഞ്ഞത്? ഒന്ന് പോടേ. ജാരേ എന്ന് പറയാം. പോടാ. ഇത് കുറച്ചുകൂടി അതിനേക്കാളും ഇച്ചിരി സ്ട്രോങ് കൂടി ഇതാണ്. ജാരേ എന്ന് പറയുന്നതിനേക്കാളും ഒന്നും കൂടി ജാവേ, പോടാ. അപ്പോൾ സുഹൃത്തുക്കളെ എങ്ങനെ പറയും? ഒന്ന് പോടേ. എന്തടാ ഏതടാ വാടാ നിൽക്കടാ പോടാ
എന്തടാ ഏതടാ വാടാ ഇരിക്കടാ നിൽക്കടാ പോടാ എണീക്കടാ. ഇതാ കോൻ സാറേ ഏതടാ ഏതടാ കോൻ സാറേ കോൻ സാറേ ഏതടാ കോൻ സാറേ ഏതാണ് നീ കോൻ സാറേ ഏതാണ് നീ കോൻ സാറേ ഏതാണെന്ന് ഏതാണെന്ന് കോൻ സാറേ കോൻ സാറേ കോൻ സാറേ ഏതാടാ കോൻ സാറേ ഏതാടാ ഇസ്മേ കോൻ സാറേ ഇതിലേതാ ഇസ്മേ കോൻ സാറേ ഇതിലേതാ ഉസുമേ കോൻ സാറേ അതിലേതാ ഇതിലേതാ അതിലേതാ എന്നൊക്കെ ചോദിക്കാൻ കോൻ സാരേ എന്ന് ചോദിച്ചാൽ ഏതാടാന്നും കൂടിയുള്ള അർത്ഥം വരും. ഈ രേ വെക്കുന്നതുകൊണ്ട് എടാ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ നമ്മൾ ഒത്തിരി ഫ്രണ്ടാണെങ്കിൽ ഒത്തിരി ഫ്രണ്ടല്ലേ ആയി. അതല്ല അപരിചിതനാണെങ്കിലോ അത് ഇച്ചിരി റഫ് ഭാഷയായി കേട്ടോ. അപ്പോൾ ഫ്രണ്ടാണെങ്കിൽ നമ്മൾ എടാ എടി എന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ക്ലോസ് ആയി ഒന്നും കൂടി. ഫ്രണ്ട് അല്ലാത്തൊരു പരിചയമില്ലാത്ത ഒരാളോട് പറയണമെങ്കിലോ അത് ഒരു പരുക്കൻ സംഭാഷണമായിട്ട് മാറി. മറ്റൊരു വാക്കാണ് കഹാം രേ. കഹാം രേ കഹാരേ എന്നവിടെ കഹാം രേ നമ്മൾ പറയുമ്പോൾ കാരേ ഈ കഹാം എന്നുള്ളത് അവിടെ ഹാം അവിടെ ഇല്ല. വർത്താനം പറയുമ്പോൾ ഉണ്ടാവില്ല. എന്ത് പറയും ഖാരേ എന്നാൽ അണ്ടർസ്റ്റുഡാണ്. ഹാം എന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. കഹാം രേ പറയുമ്പോൾ കാരേ എവിടാ എവിടാ ഇതെനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഭാഷ എന്നു എവിടാ. എറണാകുളം തൃശ്ശൂർ ആ ഭാഗത്തൊക്കെ എവിടാ എന്തടാ ഏതടാ ആറോ എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഓരോ നാട്ടിലോരോ ഭാഷയുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ കാരേന്ന് ചോദിച്ചാൽ മതി. കഹാരേന്ന് എഴുതും. കഹാരേന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരേ എവിടാ നീ എവിടാ തൂ കാരേ നീ എവിടാ തൂ കിതറേ നീ എവിടാ. ഗുണ്ടായുസം കാണിക്കുന്നവരോട് ആ രൂപത്തിൽ പറയണം നമ്മൾ. കാരേ സീമ പാർ മത് കറോ. എന്താണ് സീമ എന്ന് പറഞ്ഞാൽ അതിര്, പാർ കറോ എന്ന് പറഞ്ഞാൽ കടക്കുക എന്നാണ്. സീമ പാർ കറോ എന്ന് പറഞ്ഞാൽ അതിര് കടക്കുക. സീമ മത്ത് പാർ കറോ എന്ന് പറഞ്ഞാലോ അതിര് കടക്കരുത്. ഇംഗ്ലീഷിൽ എപ്പോഴും ഇങ്ങനത്തെ ഒരു വളരെ നല്ല ശക്തമായ ഒരു സെൻറ്റൻസ് ഉണ്ട്. ഡോണ്ട് ക്രോസ് ദ ബോർഡർ. നമ്മൾ ഒരാളോട് താക്കീത് ചെയ്ത് പറയണം, തർജ്ജമ ചെയ്ത് പറയണം. ഡോണ്ട് ക്രോസ് ദ ബോർഡർ, അതിര് കടക്കരുത്. ഡോണ്ട് ക്രോസ് ദ ലിമിറ്റ്, നിങ്ങളുടെ ലിമിറ്റ് കടക്കരുത്, അതിര് കടക്കരുത്. ഡോണ്ട് ക്രോസ് ദ ലിമിറ്റ്, ഡോണ്ട് ക്രോസ് ദ ലിമിറ്റ്. ഡോണ്ട് ക്രോസ് ദ ബോർഡർ, അതിര് കടക്കരുത്. സീമ പാർ മത് കറോ, അതിര് കടക്കരുത്. തമിഴത്തിനും പറയുവാണെങ്കിൽ നമുക്ക് പറയാം അല്ലേ, സീമ പാർ മത് കറോ, അതിര് വിടരുത്. സീമ പാർ മത് കറോ, അതിര് വിടരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ഇതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുമന്ന ബട്ടൺ അമർത്തുന്നത് സബ്സ്ക്രൈബ് ചെയ്തേ. പിന്നെ ഞാനിടുന്ന ഇതുപോലെ നല്ല വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ബെൽ ബട്ടൺ ഒന്ന് ഫുൾ ഓപ്ഷനിലൊന്ന് അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കോ ഇത് പ്രയോജനപ്പെടുമെന്ന് തോന്നുമ്പോൾ ഗൾഫിലും മറ്റുള്ള ജോലിക്കാർക്കൊക്കെ നമ്മളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അടിപൊളി വാട്സാപ്പ് ക്ലാസ് വേണമെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ, ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഒരു ഓഫറുണ്ട്, വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് പഠിക്കാം. 2 മാസത്തേക്ക് നമ്മളൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. നിലവിലുള്ള ഫീസിൻ്റെ 1/3 ഭാഗം ഫീസ് ഇപ്പോൾ മേടിക്കുന്നുള്ളൂ. പെട്ടെന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരാം. ആ സമയത്ത് നിങ്ങൾ ഹിന്ദി പഠിച്ചു നോക്കി, നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് ബംഗാളി വരും പണിക്ക്, അവരോട് നിങ്ങൾക്ക് സംസാരിക്കാം. ഹോട്ടലിൽ ചെല്ലുമ്പോൾ അവിടുത്തെ സപ്ലയർ ക്ലീനറും ഒക്കെ ബംഗാളിയാണ്, നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം. റോഡ് സൈഡിൽ വഴി അറിയാതെ നിങ്ങൾ വണ്ടി നിർത്തി കഴിയുമ്പോൾ ഗൂഗിൾ നോക്കി പോയതാണ്, പക്ഷേ തെറ്റിപ്പോയി. അവസാനം നിങ്ങൾ ഒരു ഗതി കെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഹിന്ദിക്കാരൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കും. അവിടെ ഒന്നും മലയാളിനൊന്നും കാണാൻ പറ്റില്ല. മലയാളി എവിടെയുള്ളത്? UK, കാനഡയിൽ, യൂറോപ്പിൽ, ഓസ്ട്രേലിയയിൽ അവിടെയൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ മിഡിൽ ഈസ്റ്റിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് അറിഞ്ഞെടുക്കാം. ഇവിടെ ഒരൊറ്റ മലയാളിയില്ല. ഇവിടെ കുറേ വയസ്സന്മാർ, എന്നെ പോലെയുള്ള കുറച്ച് വയസ്സന്മാരുണ്ട്.
നല്ലതാണ്. സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടാൻ നല്ലതാണ്, പ്രൊമോഷൻ കിട്ടാൻ നല്ലതാണ്. ഗൾഫിൽ അറബിക്കൊക്കെ ഹിന്ദി അറിയാം. ഇന്ത്യക്കാരുടെ മാതൃഭാഷയാണ് ഹിന്ദി. എന്നിട്ട് പുറത്ത് ചെല്ലുമ്പോൾ അവർ ചോദിക്കുകയാണോ നീ എന്ത് ഇന്ത്യക്കാരനാന്ന് ചോദിക്കും. ഈ നാണം കെട്ട ഉളുപ്പില്ലാത്ത വർത്താനം കേൾക്കണോ അല്ലെങ്കിൽ ചെറിയ പൈസ മുടക്കിയിട്ട് ഹിന്ദി പഠിച്ചോട്ടോ. കോനേരെ കോനേരെ കോൻ ഹേ രേ എന്നാണ് എഴുതിയിരിക്കുന്നത്. കോൻ ഹേ രേ എന്ന് എഴുതി. അത് ശരിക്കും ഇവിടെ ഇങ്ങനെ കോൻ ഹേ രേ എന്ന് ഞാൻ എഴുതാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഒരു എക്സാമ്പിളായിട്ട് ഒരെണ്ണമെങ്കിലും കിടന്നോട്ടെ നമ്മുടെ സംഭാഷണ ശൈലി. കോനേരെ കോനേരെ. ഇവിടെ ഈ ഹേക്ക് ഹേ എന്നുള്ള ശബ്ദമല്ല ഇവിടെ കൊടുത്തത്. എന്താണ് ഏ എന്നുള്ള ശബ്ദം. ഇത് കോൻ കോനേരെ കോനേരെ. ആരാണ് കോനേരെ? ആരാടാ കോനേന്ന് ചോദിച്ചാൽ എന്താണ്? കോനെ എന്ന് ചോദിച്ചാൽ ആരാണ് എന്നാണ് അർത്ഥം. കോനെ ആരാണ്? കോനേരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ആരാടാ ആരാടാ ആരാ? ഏത് തരത്തിൽ ചോദിക്കുക. ആരാ കോനെ കോനെ ആരാ? കോനേരെ ആരാടാ? അപ്പോൾ നമ്മൾ മക്കളോട് ചോദിക്കുക. പുറത്ത് ബെല്ലടിച്ച ഒരാൾ വന്നു. അപ്പം മക്കൾ പോയി നോക്കി. അപ്പം മക്കളോട് ചോദിക്കുക ആരാണ്? കോനേരെ ആരാടാ? പിന്നെ ചുമ്മാ നട്ടുച്ചയ്ക്ക് ഉറങ്ങി കിടക്കുമ്പോൾ സ്കൂൾ കുട്ടികൾ വെറുതെ നടന്നു പോണ കുട്ടികൾ ഓടിക്കയറി വന്നിട്ട് വീടിൻ്റെ വരാതെ കയറിയിട്ട് ചുമ്മാ ബെല്ലടിക്കും. ശല്യം ചെയ്യാ. വീട്ടുകാരന് ഭ്രാന്ത് പിടിച്ചു തലയ്ക്ക്. അവൻ ചോദിച്ചു ചോദിച്ചു കൊറേ കൊറേ ബദ്മാഷ് തെമ്മാടി കൊറേ ബദ്മാഷ് ആരാ തെണ്ടി കൊറേ ബദ്മാഷ് ആരാടാ തെമ്മാടി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, സ്നേഹത്തോടെ ചോദിക്കാം. നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ മാറണം, നമ്മുടെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ മാറണം, സൗണ്ട് വേരിയേഷൻ വേണം, ചോദിക്കുന്ന രീതിക്ക് വ്യത്യാസം വരണം. ആ നമ്മൾ ചോദിക്കുന്ന വാക്കിനുള്ള അർത്ഥം നമ്മുടെ കണ്ണിലോ മുഖത്തെ എക്സ്പ്രഷനിലോ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവണം. വെറുതെ ഒരു ഡയലോഗ് ആരെങ്കിലും പിന്നണി നാടകത്തിൻ്റെ പിന്നിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചുമ്മാ ഒരു വികാരമില്ല നിർവികാരമായിട്ട് ഏറ്റു പറയുന്ന അഭിനേതാവിനെ പോലെ ആകരുത് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് അതിന് വേണ്ട ചേരുവ നിങ്ങളുടെ സ്വന്തം ശൈലിയിൽ അതിന് കൊടുത്തിട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എല്ലാം കൂടെ കൂട്ടി പുഷ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് ഫലം ഉണ്ടാവും. ഒരുത്തം വെറുതെ ഒരു പെൺകുട്ടിയുടെ പുറകെ ശല്യം ചെയ്യാം. ആദ്യം അവൾ 1-2 ദിവസം ക്ഷമിച്ചു. 3-ാമത്തെ ദിവസം ആവശ്യപ്പോൾ ഇത് പന്തിയല്ലെന്ന് തിരിഞ്ഞു നിന്നിട്ട് അവൾ ചോദിക്കണം കൊല്ലേ കൊല്ലേ. പിന്നെ അവൻ്റെ പൊടി കാണില്ല വഴിക്ക്. പിന്നെ അവനാ ഒരിക്കലും ഒരു പുറകെ വരില്ല. ഇപ്പോൾ നമുക്ക് വടി എടുക്കണ്ട, കത്തി എടുക്കണ്ട, കേസ് കൊടുക്കാൻ പോകണ്ട, ഒരു മണ്ണാങ്കട്ടം വേണ്ട. പിന്നെന്താണ് ഒറ്റ വാക്ക് കൊറേ കൊറേ. ഇതിൻ്റെ കൂടെ കൂട്ടാവുന്ന കുറേ മസാലകളുണ്ട്. അത് ഞാൻ ഈ വീഡിയോ പറയണില്ല. കാരണം ഈ വീഡിയോ കാണുന്നത് എന്നെപ്പോലുള്ളവർ മാത്രമല്ലല്ലോ, കുറച്ച് മാന്യന്മാരും വിശുദ്ധരും അച്ഛന്മാരും സിസ്റ്റർമാരും മൗലവിമാരും നല്ല മനുഷ്യരും ഒക്കെ കാണുന്നതായതുകൊണ്ട് മസാലയോട് പറയുന്നില്ല. തറ ലെവലിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർക്കാം. വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാനത് പഠിപ്പിച്ചുതരാം. 7 കിലോമീറ്റർ ഇപ്പുറത്ത് നിൽക്കൂല അമ്മാരി ഡയലോഗ് ഞാൻ പഠിപ്പിച്ചു തരാം. ഇവിടെ നിങ്ങൾ അടുത്തൊന്നും നിൽക്കൂല. നിങ്ങൾ ആകെ ഇത്ര ഉള്ളെങ്കിലും മതി. പക്ഷേ ഒരു ഡയലോഗ് നിങ്ങളുടെ വായിന്ന് വരുന്ന ചാടി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ശരിക്കും നിന്ന് ആലോചിച്ചിട്ട് പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുള്ളൂ. ഒന്ന് പോടാ വലിയ മീൻ വളക്കുക അവൻ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും ആന മറിക്കും കൂത് മറിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞാൽ നമ്മൾ പറയാണ് കൂളായിട്ട് ഒന്ന് പോടാ ചലാ ജാവേ എന്ന് പറയാം. നമുക്ക് ചലാ ജാരേ എന്ന് പറയാം, ചലാ ജാബേ എന്ന് പറയും. ചലാ ജാരേ എന്ന് പറയുന്നതിനേക്കാൾ ഒന്നുകൂടി സ്ട്രോങ് ആണ് ചലാ ജാബേ. ഒന്ന് പോടാ നീ നമുക്ക് വെറും നിസ്സാരം. നീയൊക്കെ എൻ്റെ മുമ്പിൽ വെറും അപ്പൂപ്പൻ താടി. ചല ജാവേ. അവനവൻ്റെ വഴിക്ക് പൊക്കോളും. അറിയും ഇവനെ ആൾ കണ്ടാൽ ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിലും ആൾ കണ്ടാൽ 4 അടി പൊക്കമുള്ളൂ, 40 കിലോ പോലും തൂക്കമില്ല. പക്ഷേ ഇവൻ എന്തോ ആണ് എന്നൊരു തോന്നൽ അവർക്ക് വരും. ഞാൻ നീർക്കോലിന്ന് കണ്ട് പേടിച്ചിട്ടുണ്ടെന്നേ. പക്ഷെ വലുതായപ്പോൾ എനിക്ക് പേടിയില്ല. നീർക്കോലി ഇങ്ങനെ തല പൊക്കും. അതിന് കടിക്കാനും അറിയില്ല, കൊത്താനും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ അതിന് അഥവാ എന്ന് പറഞ്ഞ് കടിച്ചാലും ഒരു കഷ്ണം തേങ്ങ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണം ചെറുതായിട്ടൊരു കഷ്ണം എടുത്ത് കടിച്ച് വെച്ച് തിന്നാൽ മതി. അത് വേണമെങ്കിൽ അന്നത്തെ അത്താഴം വേണ്ടാന്ന് വെക്കാം. അത്രേ ഉള്ളൂ അതിനുള്ള ചികിത്സ. വേറെ ഒരു അസുഖവും വരില്ല. അത് ചാവുമല്ല. പക്ഷെ പേടിച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് എവിടെയൊക്കെ പോകാമോ അവിടെ എല്ലാം മെഡിക്കൽ കോളേജിലെല്ലാം പോകും.
നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുന്നേ ഉള്ളൂന്ന് പണ്ടുള്ളവരുടെ പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം നമുക്ക് ഒരു മൂർഖൻ പാമ്പിനെ പോലെ ചീറ്റാൻ നമുക്ക് പറ്റില്ല. അണലിയെ പോലെ കൊത്താൻ നമുക്ക് പറ്റില്ല. പക്ഷെ നീർക്കോലിനെ പോലെ ഒന്ന് തല ഇങ്ങനെ പൊക്കി നോക്കാൻ നമുക്ക് പറ്റും അല്ലേ? അത് മതി, ചില സ്ഥലത്തേക്ക് ധാരാളം മതിയെന്ന്. തലയൊന്ന് പൊക്കിയാൽ മതി, ഇവൻ പാമ്പാന്ന് മേടിച്ചിട്ട് അവൻ പൊക്കോളൂന്ന്. കടന്നു പോടായിരുന്നു. ആരോടാ? എന്നോട് എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട്, കുരുത്തക്കേട് കാട്ടിയിട്ട് കടന്നു പോടാ. അങ്ങനെയും പറയും. ചിലപ്പോൾ നമ്മുടെ ബോസ് നമ്മളോട് പറയും കടന്നു പോടാന്ന് പറയും. നമ്മളെ കൊണ്ട് സ്വൈര്യം കേട്ടിട്ട് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അപ്പോൾ എന്തു പറയും? നിക്കൽ ജാരെ വിട്ടുപോടാ, നിക്കൽ ജാരെ വിട്ടുപോടാ, കടന്നു പോടാ, നിക്കൽ ജാരെ കടന്നു പോടാ, നിക്കൽ ജാരെ കടന്നു പോടാ. തൂ കവി സുധരേഖാനായി നീ ഒന്നും ഒരിക്കലും ഗുണം വരത്തില്ല. തൂ കവി സുധരേഖാനായി നീ ഒന്നും ഗുണം വരത്തില്ല. നിക്കൽ ജാരേ പോവിടുന്നു, നിക്കൽ ജാരേ ഒന്ന് പോടാ കടന്നു പോടാ. റുക്ജാരെ അല്ലെങ്കിൽ റുക്ജാബേ രണ്ടും പറയാം കേട്ടോ. റുക്ജാബേ നിക്കടാവടെ റുക്ജാബേ. അത്ര നല്ല ഇതിലൊന്നും അല്ല ബേ എന്ന് പറയണത് കേട്ടോ. എന്നാൽ ചീത്തയും തെറിയൊന്നും അല്ല. റുക്ജാബേ എന്നാൽ ചീത്ത പോലെയാണ് തരുന്നത്. റുക്ജാബേ നിക്കടാവടെ, റുക്ജാബേ നിക്കടാവടെ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. നിൽക്കുക. റുക്ജാബേ നിക്കടാവടെ. അവരെ തോട്ടത്തിൽ കൂടി വഴി നടക്കാൻ തന്നെ പാടില്ല. എന്നിട്ട് തെങ്ങ് തോട്ടത്തിൽ കൂടെ പോവുകയാണ്. തേങ്ങയ്ക്ക് ഇപ്പം 1 കിലോ തേങ്ങയ്ക്ക് 60 രൂപയൊക്കെ വിലയുണ്ട്. ഇവന് പോണ വഴിക്ക് 2 തേങ്ങ എടുത്ത് അങ്ങനെ തുണീൻ്റെ പുറകെ പിടിച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങുക. അപ്പോഴാണ് തോട്ടത്തിൻ്റെ മുതലാളി അവിടെ അപ്പുറത്ത് തെങ്ങിൻ്റെ അപ്പുറത്ത് നിൽക്കണേണ്ടത്. ഇയാളെ കണ്ടപ്പോഴത്തേനും അവനൊന്ന് പരുങ്ങി. നിൽക്കണവിടെ മുതലാളി പറഞ്ഞു, നിൽക്കണവിടെ റുക്ജാബേ നിൽക്കണവിടെ, ഓടാ ബാഗ് ജാരേ ഓടാ ബാഗ് ഓടാ. പുതിയ വണ്ടിയുടെ മുകളിൽ പെയിൻ്റൊക്കെ കല്ലും കൊണ്ട് വരച്ച് കോറിയിട്ടിട്ട് ഞങ്ങൾക്ക് ദേഷ്യം പിടിച്ച് കാണും. വന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ ബാഗ്ജാബേ വൃത്തികെട്ടന്മാരെ ഓടാ വൃത്തികെട്ടന്മാരെ വൃത്തികെട്ടന്മാരെ ഓടാ ബാഗ്ജാ ഓടാ. നേരത്തെ പറഞ്ഞില്ലേ നിക്കടാ ഓടറാ ചാടറാ കൂതറാ, നിക്കടാ നടക്കടാ ഓടറാ ഇരിക്കടാ എണിക്കടാ എന്നൊക്കെ പറഞ്ഞ കൂജാവേ ചാടടാ. ഇത് നമ്മൾ പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ മാതൃകാ പോലീസ് സ്റ്റേഷനിൽ കേട്ടോ, പണ്ടത്തെ കാലത്തൊക്കെ പോലീസ് സ്റ്റേഷനിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്. ആൾക്കാർ ഓരോരുത്തർ പോയിട്ട് വന്നിട്ട് പറഞ്ഞു നിക്കടാ ഓടടാ ഇരിക്കടാ. പിന്നെ അതിന് കൂടുതൽ വേറെ മസാല ചേർക്കും. അത് ഞാനിപ്പോൾ ചേർക്കണില്ല, മോശമല്ലേ എന്ന് ഓർത്തിട്ടാട്ടോ. കാരണം എന്നെ ഓർത്തിട്ടല്ല, നിങ്ങളൊക്കെ നല്ലവരാന്ന് ഓർത്തിട്ടാണ്. ഇനി അത് നിങ്ങൾക്ക് പഠിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നോ, എന്നിട്ട് എന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ പേഴ്സണൽ വാട്സാപ്പിൽ ഞാൻ ഇട്ട് തരാം. നല്ല മസാല കേട്ടോ, നല്ല മസാല ഇട്ട് തരാം. ഇപ്പോൾ ദാ കൂജാവേ ചാടടാ കൂജാവേ ചാടടാ വൃത്തിയായിട്ടേ ഏടാന്ന് അങ്ങനെ പറയാ. അതേടാ ആരേ എന്നാ പറയാ. പക്ഷേ മനസ്സിൽ വേണം ഹാം എന്ന് പറഞ്ഞാൽ യെസ്, രേ എന്ന് പറഞ്ഞാൽ ആടാ. ഹാരേ അതേടാ, ഹാരേ ഐസാരേ അങ്ങനെ തന്നെയാടാ, ഐസാരേ അങ്ങനെ തന്നെയാടാ, ഹാരേ അതേടാ. നൈരേ എന്ന് പറഞ്ഞാലോ അല്ലടാ എന്നാണ്. ഈ നഹി എന്നുള്ള വാക്കൊന്നും നഹി എന്നല്ല പറയുക അവർ, ഹിന്ദിക്കാർ പറയുമ്പോൾ നൈ എന്നേ പറയും. അപ്പം ഹാരേ എന്ന് പറയുമ്പോൾ തന്നെ നൈരേ അല്ലടാ, നൈരേ അല്ലടാ. ഒരു വാക്ക് ഭാഷ പഠിപ്പിക്കാനായതുകൊണ്ട്
ഒരു വാക്ക് ഞാൻ പറയാൻ പോകുന്നതിന് മുമ്പ് ജാമ്യം എടുക്കാണ്, ഒന്നും വിചാരിക്കരുത്. നാറി. നിങ്ങളെ അല്ല കേട്ടോ. നാറി, നാറി. അത്രയും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അപ്പുറത്ത് നല്ല വാക്കൊന്നും പറയാനില്ല. അത്രമാത്രം നമ്മളെ അവൻ വെറുപ്പിച്ചു. പലവട്ടം സഹായിച്ചു, പലതരത്തിൽ അവരെ നന്നാകാൻ സഹായിച്ചു, പലപ്പോഴും സഹായിച്ചു. പക്ഷെ എപ്പോഴും തിരിച്ച് ഒരു നന്മ ചെയ്യില്ല. അപ്പം എന്താണ്, എത്ര ഉപകാരം ചെയ്താലും തിരിച്ച് ഉപദ്രവേ ചെയ്യുള്ളൂ. അവസാനം വെറുപ്പിച്ചിട്ട് എന്ന് പറയണത് നാറി. ബദബൂദാർ. എന്താണ് ബദബൂദാർ? ബദബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറുന്ന ഒരു സാധനമാണ്. എന്താണ്, ദുർഗന്ധമാണ് ബദബു. ബദബു എന്ന് പറഞ്ഞാൽ ദുർഗന്ധം. ബദബൂദാർ എന്ന് പറഞ്ഞാൽ ദുർഗന്ധം വമിപ്പിക്കുന്ന എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഒരാളെ നോക്കിയിട്ട് നമ്മൾ ബദബൂദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോണും കൂടി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നാറി എന്നുള്ള അർത്ഥം കിട്ടും. എന്താണ് നാറി? ജാരേ ബദബൂദാർ, ജാരേ ബദബൂദാർ, പോടാ നാറി. ഇതൊക്കെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കൂട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് ഞാനങ്ങനെ പറഞ്ഞു എന്നൊന്നും തോന്നില്ല, ദൈവം അത് തോന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ക്ഷമ ചോദിച്ചു കേട്ടോ. പോടാ നാറി കിടന്നു, ഇങ്ങനെ അങ്ങനെ പറയാം. ജാരേ ബദബൂദാർ, ജാരേ ബദബൂദാർ, പോടാ നാറി. പട്ടി, പോടാ പട്ടി, പോടാ പട്ടി. ജാബേ കുത്തേ, ജാബേ കുത്തേ, ജാരേ കുത്തേ എന്നും പറയാം, ജാബേ കുത്തേ എന്നും പറയാം. ജാബേ കുത്തേ, ജാരേ കുത്തേ, പോടാ പട്ടി, പോടാ പോടാ പോടാ, ജാരേ 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 കൂത്ത. ഇനി കുത്തേക്ക് അവലാന്ന് പറഞ്ഞാലോ, നമ്മുടെ നാട്ടിൽ മലബാറുകാരൊക്കെ പറയുന്നൊരു ഭാഷയുണ്ട്, നായിൻ്റെ മോനെ എന്ന് പറയുന്നത്. നായിൻ്റെ മോനെ, മൈ ഡിയർ നായിൻ്റെ മോനെ എന്ന് ആരും പറയാറില്ല. എന്താണ് പറയുന്നത്? അപ്പോൾ അത് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ, നമ്മൾ പറയുന്നതിന് അതിൻ്റേതായൊരു, ആ വാക്കിന് അതിൻ്റേതായ ഒരു ബോഡി നമ്മൾ ചേർത്ത് കൊടുക്കണം. അത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അതൊരാൾക്ക് നിങ്ങൾക്ക് പകർന്നു തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങളത് സ്വയം നിങ്ങൾ കണ്ടെത്തണം. എങ്ങനെ പറയണം, അതിന് സ്ട്രോങ് എത്രത്തോളം വേണം നിങ്ങൾ തീരുമാനിക്കാം. ചായ, ലൈറ്റ് ചായ ഉണ്ട്, മീഡിയം ചായ ഉണ്ട്, സാധാ ചായ ഉണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ സ്ട്രോങ് ചായ ഉണ്ട്, പിന്നെ ഡബിൾ സ്ട്രോങ് ചായ ഉണ്ട്, പാൽ ചായ ഉണ്ട്. ഇങ്ങനെ പലതരം ചായ ഉണ്ട്. ഒക്കെ ഉണ്ടാക്കുന്നത് ചായക്കാരനായിരിക്കുന്ന വെള്ളവും പഞ്ചാരയും ചായപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ ഈ പോടാവട്ടി നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്, ആൾ എത്രത്തോളം അത് അറിയിക്കുന്നുണ്ട് അതനുസരിച്ച് പോടാവട്ടി എന്ന് പറയാം. സ്നേഹിതന്മാരോട് നമുക്ക് പറയാം സ്നേഹത്തിൽ പോടാവട്ടി എന്ന് പറയാം. എന്നാൽ ഇത് നല്ല ഡബിൾ സ്ട്രോങ്ങിലാണ് കൊടുക്കുന്നത്. പോടാ പാട്ടി, ജാരേ കുത്തേ, നായിൻ്റെ മോനെ, കുത്തേക്കെ ഔലാദ്, കുത്തേക്കെ ഔലാദ്, നായിൻ്റെ മോനെ, കുത്തേക്കെ ഔലാദ്, കുത്തേക്കെ ഔലാദ്. ക്ഷമിക്കണം, നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം ഭാഷകൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്. ഭാഷയുടെ എല്ലാ A to Z എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നന്നായി സംസാരിക്കാൻ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി പഠിപ്പിക്കുന്നുണ്ട്. ഈ വാക്കുകളൊക്കെ ചില സമയത്ത് ഈ വാക്കുകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അത്യാവശ്യം വരും നമുക്ക്. ഇത് പറയേണ്ടടുത്ത് വേറെ എന്ത് പറഞ്ഞാലും സൂട്ടാവില്ല കേട്ടോ. ഇത് പറയേണ്ടടുത്ത് വേറെ ഒന്ന് പറഞ്ഞാലും സൂട്ടാവില്ല. ബോസടിക്കേ, ബോസടിക്കേ എന്ന് പറഞ്ഞാൽ കൂത്തച്ചി മോനെ എന്നാണ് ശരിക്കും അർത്ഥം. കൂത്തച്ചി മോനെ അറിയാലോ, കൂത്തച്ചി മോനെ എന്ന് പറഞ്ഞാൽ അറിയാലോ. കൂത്തച്ചി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാലോ. ഒരു വ്യഭിചാരിണി എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പറയുക. കൂത്തച്ചി, ബോസടിക്കേ, കൂത്തച്ചി മോനെ അല്ലെങ്കിൽ കൂത്തച്ചി. ബോസടിക്കേ എന്ന് പറഞ്ഞാൽ ബോസടി വാലയെന്ന് പറയും. ബോസടി വാലെ എന്ന് പറഞ്ഞാലും കൂത്തച്ചിയാണ്. അത് ഇതിന് ഹോർ എന്ന് ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കാം. ഹോർ, ഹോർ, വ്യഭിചാരിണി. ജാബേ ബർബാദ് ഇൻസാൻ, ജാബേ ബർബാദ് ഇൻസാൻ, പോടാ വൃത്തികെട്ടവനെ. ജാബേ ബർബാദ് ഇൻസാൻ, പോടാ വൃത്തികെട്ടവനെ. അല്ലെങ്കിൽ ജാരേ ബർബാദ് ഇൻസാൻ, പോടാ വൃത്തികെട്ടവനെ, പോടാ നാറി എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ബർബാദ് ഇൻസാൻ. മുझे तेरे बारे में सब पता है, मुझे
മുझെ തേരെ ബാരെ മേ സബ് പത്താ ഹൈ. മുझे എന്നെ, മുझे എന്ന് പറഞ്ഞാൽ എന്നെന്നും എനിക്കെന്നും അർത്ഥമുണ്ട്. മുझे തേരെ ബാരെ മേ നിന്നെ പറ്റി സബ് പത്താ ഹൈ എല്ലാം അറിയാം. നിൻ്റെ ഒരു വിളവ് എന്നോട് എടുക്കണ്ട, നീ ആരാണെന്ന് എനിക്കറിയാം, നിന്നെപ്പറ്റി മുഴുവനും A to Z എനിക്ക് അറിയാം. അതുകൊണ്ട് എൻ്റെ അടുത്ത് നിൻ്റെ വേല എത്രയൊന്നും വേണ്ട. മുझे തേരെ ബാരെ മേ സബ് പത്താ ഹേ, എനിക്ക് നിന്നെക്കുറിച്ച് നന്നായി അറിയാം, എനിക്ക് നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാം. വേലപ്പൻ്റെ അടുത്ത് വേണ്ട, വേലപ്പൻ്റെ അടുത്ത് വേണ്ട. तेरा शाना मत करो, शाना मत करो, मुझ पर तेरा शाना मत करो. ഈ വേലപ്പൻ്റെ അടുത്ത് നിൻ്റെ വേലത്തരം വേണ്ട, വേലപ്പൻ്റെ അടുത്ത് വേലത്തരം വേണ്ട കേട്ടോ. ഷാന മത് കറോ, ഷാന മത് കറോ. പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നു തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ കമൻറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ കമൻറ്റൊക്കെ എനിക്ക് വളരെയധികം ശക്തിദായകമാണ്. ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. വാട്സാപ്പ് ക്ലാസ് ചേരാൻ മറക്കണ്ട കേട്ടോ. ഇത്രയും ചെറിയ പൈസയ്ക്ക് ഇത്രയും നല്ല അടിപൊളിയായിട്ട് തനി നാടൻ ഹിന്ദി, നാട്ടുകാർ സംസാരിക്കുന്ന പോലെ, ഹിന്ദിക്കാർ സംസാരിക്കുന്ന പോലെ നിങ്ങൾ ലോകത്തെ എവിടെയും പോകും. അവരാരും ആയിക്കോട്ടെ, വടക്കേ ഇന്ത്യയിൽ എവിടെയുള്ളവരും ആയിക്കോട്ടെ. അതേപോലെ തന്നെ അവർ പാകിസ്ഥാനി, ബംഗാളും ബംഗ്ലാദേശും വേറെ കേട്ടോ. അത് നിങ്ങൾ ഓർക്കും. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ രാജ്യമാണ്. എന്നാൽ ബംഗാൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നാടാണ്, ഇന്ത്യയാണ്. വിധം അടിപൊളിയാക്കുക. ജീവിതത്തിൽ നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക. ഹിന്ദി പഠിച്ച് നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഹിന്ദി അറിയാത്തവൻ ഇന്ത്യയിൽ അധകൃതനാണെന്ന് പുറം നാട്ടുകാർ കരുതുന്നത് കൊണ്ട് അത് മനസ്സിൽ വച്ചിട്ട് സ്വയം നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക. വിദ്യാധനം സർവധനാൽ പ്രധാനം, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും. നിങ്ങൾ എന്തെങ്കിലും ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ കൂടെ നിൽക്കും. എനിക്ക് സത്യം മാത്രമാണ് പഥ്യം, എനിക്ക് സത്യം മാത്രമാണ് പഥ്യം. മുझे सिर्फ सच्चाई में दिलचस्पी है, मुझे सिर्फ सच्चाई में दिलचस्पी है, मुझे सिर्फ सच्चाई में दिलचस्पी है, मुझे सिर्फ सच्चाई में दिलचस्पी है എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എം ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ട്രൂത്ത്. ഐ എം ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ട്രൂത്ത്. आई एम ओनली इंटरेस्टेड इन ट्रूथ. मुझे सिर्फ सच्चाई में दिलचस्पी है, मुझे सिर्फ सच्चाई में दिलचस्पी है. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളെ കൂട്ടുകാർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക്, ബന്ധപ്പെട്ടവർക്ക്, വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ സഹായിക്കണം കേട്ടോ. കമൻറ്റ് ബോക്സ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ചില ആളുകളൊക്കെ തരുന്ന കമൻറ്റുകൾ നമുക്ക് ഒരു 10,000 രൂപ തരുന്നതിനെക്കാട്ടിലും വലിയ സന്തോഷം നൽകുന്നതാണ്. അത് വെറുതെ ഇങ്ങനെയല്ല, കാര്യകാരനായിട്ട് ചിലർ കമൻറ്റ് പറയും. അത് വളരെ तुम्हें समझने में ज़्यादा वक्त नहीं लगता मुझे, तुम्हें समझने में ज़्यादा वक्त नहीं लगता मुझे, मुझे आपको समझने में देर नहीं लगती, मुझे आपको समझने में देर नहीं लगती. I don't take long to understand you. 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 तुम्हें समझने में ज़्यादा वक्त नहीं लगता मुझे. तुम्हें समझने में ज़्यादा वक्त नहीं लगता मुझे. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. എടാ, ഒറ്റ കാഴ്ച തന്നെ നിന്നെ എനിക്ക് മനസ്സിലാവൂടാ. എടാ, ഒരൊറ്റ കാഴ്ച തന്നെ നിന്നെ എനിക്ക് മനസ്സിലാവൂടാ. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ടടാ. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടാടി. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടാടി. തമീസ് से बात करो, तमीज़ से बात करो, नहीं तो जवाब भी तमीज़ से नहीं रहेगा. तमीज़ से बात करो, तमीज़ से बात करो, नहीं तो जवाब भी तमीज़ से नहीं रहेगा. അത് നമുക്ക് ഏതെല്ലാം കോണ്ടസ്റ്റിൽ വേണമെങ്കിലും പറയാം.
അത് അർത്ഥം ഇതാണ്, മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ മാന്യമായിട്ട് മറുപടി കിട്ടും. മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ മറുപടി മാന്യമായിരിക്കും. മര്യാദയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ മറുപടി മര്യാദയോടെ ആയിരിക്കും. നിങ്ങൾ പഞ്ചായത്ത് മെമ്പറാണെങ്കിൽ പഞ്ചായത്ത് മെമ്പറിനെ പോലെ സംസാരിക്കണം. നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെങ്കിൽ നിങ്ങളൊരു പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോലെ സംസാരിക്കണം. അപ്പോൾ ഞാൻ അതിനൊക്കെ മാന്യത നിങ്ങൾക്ക് തരും എന്നൊക്കെ ഈ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണ് എന്ന് പറയുകയും അങ്ങാടിയിലെ ഗുണ്ടയെപ്പോലെ തെമാടിയെപ്പോലെ സംസാരിക്കുകയും ചെയ്താൽ എനിക്ക് നിങ്ങളെ ബഹുമാനിക്കാൻ സാധ്യമല്ല എന്നും ഒരർത്ഥം ഇതിനുണ്ട്. തമീസ് സെ ബാത് കറോ നഹി തോ ജവാബ് ഭി തമീസ് സെ നഹി രഹേഗാ. തമീസ് സെ ബാത് കറോ, തമീസ് സെ ബാത് കറോ നഹി തോ ജവാബ് ഭി തമീസ് സെ നഹി രഹേഗാ. തമീസ് സെ ബാത് കറോ നഹി തോ ജവാബ് ഭി തമീസ് സെ നഹി രഹേഗാ. മര്യാദയ്ക്ക് സംസാരിക്കൂ, അല്ലെങ്കിൽ മറുപടിയും മര്യാദയ്ക്കായിരിക്കില്ല. മര്യാദയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക് സംസാരിക്കാം, മര്യാദയ്ക്ക് സംസാരിക്കുകയാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക് സംസാരിക്കാം. നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിച്ചില്ലേ എൻ്റെ മറുപടി എൻ്റെ സംസാരം അതേപോലെയൊക്കെ ആയിരിക്കും എന്നുള്ള അർത്ഥം കേട്ടോ. ഇസ് ഗലത്തിക്കോ ഫിർസെ നാ ദോഹറായേ. ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. അല്ലേ, ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് തെറ്റൊക്കെ പറ്റും അല്ലേ. പലർക്കും ഒരു പ്രാവശ്യം തെറ്റ് പറ്റാത്ത ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ തെറ്റില്ല എല്ലാവർക്കും പറ്റും. പക്ഷെ വീണ്ടും വീണ്ടും തെറ്റ് ആവർത്തിക്കരുത്. ഈസ് ഗലത്തിക്കോ ഫിർസെ നാ ദോഹറായേ. ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. ഡോണ്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക് അഗെയിൻ. Don't repeat this mistake again. Don't repeat this mistake again. इस गलती को फिर से ना दोहराए. इस गलती को फिर से ना दोहराए. തെറ്റ് പറ്റുന്നത് മാനുഷികം, അത് ക്ഷമിക്കുന്നത് എന്ന് പറയുന്നത് ദൈവികമാണ്. അപ്പോൾ തെറ്റുകളൊക്കെ ക്ഷമിക്കാൻ നമുക്ക് എല്ലാവർക്കും ബാധ്യതയുണ്ട്. കാരണം എല്ലാ മനുഷ്യർക്കും തെറ്റ് പറ്റും. എത്ര നല്ല മനുഷ്യരാണെങ്കിലും എത്ര ബുദ്ധിശാലിയാണെങ്കിലും ഏതെങ്കിലും നിമിഷത്തിൽ തെറ്റ് പറ്റിപ്പോവും, അത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിച്ചാൽ നമ്മുടെ തെറ്റുകളും മറ്റുള്ളവരും ക്ഷമിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, നമ്മൾ മറ്റുള്ളവരോട് ആരോടും നമ്മൾ ക്ഷമിക്കുമെങ്കിൽ നമ്മുടെ തെറ്റ് ക്ഷമിക്കാൻ നമുക്ക് പ്രതീക്ഷിക്കാനും വയ്യല്ലോ അല്ലേ. ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് തെറ്റ് മറക്കാൻ പറ്റില്ല എന്ന്. സത്യമാണത്. ഒരാളെ വേദനിപ്പിച്ചാൽ അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് മറന്നു പോകില്ല. മറക്കാൻ നമുക്ക് പറ്റില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മറക്കുന്നതും പൊറുക്കുന്നതും രണ്ട് കാര്യമാണ്. പൊറുക്കുന്നത് ദൈവികം, മറക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഒരാൾ നമ്മളെ ഉപദ്രവിച്ചിട്ട് ആ കാര്യം നമ്മൾ മറന്നുകൊണ്ടിരിക്കുക, അത് കുറച്ച് കാലത്തേക്ക് തൽക്കാലത്തേക്ക് മറന്നു പോകും. പക്ഷേ അയാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് അതെന്തായാലും ഓടി വരും. അത്തരം സന്ദർഭങ്ങൾ നമുക്ക് അയാളോട് ക്ഷമ ചോദിച്ച്, നമ്മൾ വേദനിപ്പിച്ചാണെങ്കിൽ അയാളോട് ക്ഷമ ചോദിച്ചാൽ ഒരുപക്ഷെ അയാൾക്കത് വളരെയധികം ഒരു ആശ്വാസമാവും, റിലീഫാവും. നമുക്കും അതുകൊണ്ട് ഗുണം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരുപോലെ നശിച്ചു പോകും. നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും ദേഷ്യവും കോപമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ദ്രവിച്ചു പോകും. മനസ്സിലായോ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഈ കോപത്തിന്. ക്ഷമിക്കുന്നതും ക്ഷമിക്കപ്പെടുന്നവർക്കും ക്ഷമിക്കുന്നവർക്കും ഒരുപോലെ ഗുണമുള്ളൊരു കാര്യമാണ്. മുझे आपकी क्षमता पता है. मुझे आपकी क्षमता पता है. मुझे आपकी क्षमता पता है. നിങ്ങളുടെ ശക്തി എന്താണെന്ന് എനിക്കറിയാം. നീ കളിച്ചാൽ എത്ര വരെ കളിക്കും, അല്ലെങ്കിൽ നീ ഇപ്പോൾ ചെയ്താൽ എത്ര ചെയ്യും, അതൊക്കെ എനിക്കറിയാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. മുझे आपकी क्षमता पता है. मुझे आपकी क्षमता पता है. ഇത് നിങ്ങളുടെ ശേഷി എനിക്കറിയാം. ഐ നോ യുവർ കപ്പാസിറ്റി. ഐ നോ യുവർ കപ്പാസിറ്റി. പക്ഷേ ഇത് വേറെ തരത്തിലും ഇത് നമുക്ക് ഉപയോഗിക്കാം, ഈ വാക്ക് ഉപയോഗിക്കാം. അസാധാരണമായ കഴിവും പ്രാപ്തിയുള്ള ഒരാളോട് നമുക്ക് പറയാം, ഇതേ വാക്ക് തന്നെ പറയാം. ഒരു സഹായം നമുക്ക് അയാളെ കൊണ്ട് വേണം. ഇപ്പം നമ്മൾ അയാളുടെ സഹായത്തിനായിട്ടാണ് പോകുന്നത്. അങ്ങനെ അയാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് സാധിക്കുമെന്ന് പറയാൻ വേണ്ടി നമുക്കത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മുझे आपकी क्षमता पता है. മുझे आपकी क्षमता पता है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്കറിയാം, നിങ്ങൾക്കത് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കോണ്ടെക്സ്റ്റിലാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കാതെ, എന്നിട്ട് അതിനനുസരിച്ചുള്ള ടോണ് കൊടുക്കുക. ഒരാളെ അണ്ടർമൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്, നമ്മൾ കുറച്ച് പരുഷമായിട്ടാണ് ഉപയോഗിക്കുക അല്ലേ. മറ്റേത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആ രൂപത്തിലല്ല ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് വാക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്രീഷിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം, അണ്ടർമൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. അച്ചേസെ സമഞ്ചലോ. അച്ചേസെ സമഞ്ചലോ ശരിയായി മനസ്സിലാക്കുക. അച്ചേസെ സമഞ്ചലോ, അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി. അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി. ടീച്ച് സെ സംജയ്, നിങ്ങൾ പറയാം. അച്ചേസെ സമഞ്ചലോ എന്ന് പറയുന്നതും ടീച്ച് സെ സംജയ് എന്ന് പറയുന്നതും രണ്ടും ഒരർത്ഥമാണ്. ശരിയായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക, ഇത് ശരിയായിട്ട് മനസ്സിലാക്കുന്നതാണ് അർത്ഥം.
ശരിയായി മനസ്സിലാക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. അച്ചേസ് സമഞ്ചലോ, അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി, ശരിയായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ആ വാക്ക് വേറെ തരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ അച്ചേസ് സമझो, അച്ചേസ് സമझो, ഒരേ വാക്ക് അർത്ഥം മാറി. അച്ചേസ് സമझो നല്ലോണം മനസ്സിലായിക്കോ, നല്ലോണം മനസ്സിലായിക്കോ. അച്ചേസ് സമझो, അച്ചേസ് സമझो നല്ലതുപോലെ മനസ്സിലായിക്കോ. ഇപ്പം എന്തുണ്ടോ ഇത്? അതേ വാക്ക് നമ്മൾ വേറൊരു ടോണിൽ പറഞ്ഞു, ടോണ് മാറ്റിയപ്പോൾ വേറൊരു അർത്ഥം വന്നു അല്ലേ? ആ, ടീച്ച് സമझो, ടീച്ച് സമझो ശരിയായിട്ട് മനസ്സിലാക്കും. ടീച്ച് സമझो ശരിയായിട്ട് മനസ്സിലാക്കും. അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി, അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി, അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി ശരിയായിട്ട് മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡ് പ്രോപ്പർലി ശരിയായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ വാക്കൊന്നു തന്നെ, അതിനർത്ഥം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഞൊടിഞ്ഞുകൊണ്ട് പറയാം, സീരിയസ് ആയിട്ട് പറയാം, തമാശയിൽ പറയാം, ഏത് തരത്തിൽ നമുക്ക് മാറ്റി പറയാം. പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ മുഖത്തെ ചേഷ്ടകളും ശരീര ബോഡി ലാംഗ്വേജ് എല്ലാം കൂടെ വരുമ്പോൾ അർത്ഥം അതിന് വേറെ അർത്ഥം മാറി മാറി വരും. സൗണ്ട് വേരിയേഷൻ, ബോഡി ലാംഗ്വേജ്, പിന്നെ ഫേസ് എക്സ്പ്രഷൻ, ഈ നമ്മുടെ ഐ പൊസിഷൻ, ഇതെല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ഈ സംസാരത്തിൻ്റെ വാക്കുകൾ, സെയിം വാക്കുകൾ തന്നെ നാലാതര അർത്ഥത്തിലേക്ക് പോകണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉസ്കെ ജിമ്മേദാർ തുമി ഹോ, ഉസ്കെ ജിമ്മേദാർ തുമി ഹോ, ഉസ്കെ ജിമ്മേദാർ തുമി ഹോ, ഉസ്കെ ജിമ്മേദാർ തും ഹി ഹോ, തും ഹി ഹോ. അങ്ങനെ നമ്മൾ ചാടിച്ചാടിയിട്ടല്ല പറയുക. ഉസ്കെ ജിമ്മേദാർ, ഉസ്കെ ജിമ്മേദാർ തുമി ഹോ, തുമി ഹോ. അത് കാളവണ്ടി കല്ലേക്കടെ പോണ മാതിരി അല്ല നമ്മൾ പറയുക. പിന്നെന്താണ്? തുമി ഹോ, തുമി ഹോ, ഉസ്കി ജിമ്മീദാർ തുമി ഹോ. അതിന് ഉത്തരവാദിത്തി നീ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതിന് ഉത്തരവാദിത്തി നിങ്ങൾ തന്നെയാണ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, 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 യു ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതിന് ഉത്തരവാദി നീ തന്നെ. ഉസ്കെ ജിമ്മേദാർ തുമി ഹോ, ഉസ്കെ ജിമ്മേദാർ തുമി ഹോ. അടിയിലൊരു ലൈൻ കിടക്കുന്നുണ്ടോ? വ്യത്യസ്തമായൊരു ഇതാണ്, സെൻറ്റൻസാണ്. ആപ് അക്കേലെ ഉസ്കെ ലിയേ ജിമ്മേദാർ ഹേ, ആപ് അക്കേലെ ഉസ്കെ ലിയേ ജിമ്മേദാർ ഹേ. നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി, നിങ്ങൾ മാത്രമാണ് അതിന് ഉത്തരവാദി. മേളിൽ പറഞ്ഞ തന്നെ അതേ അർത്ഥം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല, വേറൊരു പ്രയോഗമാണെന്ന് മാത്രം. ഞാൻ ബോംബെയിൽ വളർന്ന ആളാണ്, ബോംബെയിൽ 28 വയസ്സ് വരെ ജീവിച്ച ആളാണ്. എനിക്ക് ഹിന്ദി, ഈ ബോംബെയിലൊരു ഹിന്ദിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഹിന്ദിക്കാരും, എല്ലാ നാട്ടിലുള്ള ഹിന്ദിക്കാരും, 100 കോടിയിലധികം ഹിന്ദിക്കാരുണ്ട് മൊത്തത്തിൽ. ഞാൻ അവിടെ നിന്ന് ഹിന്ദി പഠിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് 100% കോൺഫിഡൻസോടെ നിങ്ങൾ പറയണത്, എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ ഇത്ര ധൈര്യമായിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്, എൻ്റെ അടുത്ത് വാ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. എത്ര 100% കോൺഫിഡൻസിലൂടെ പറയണത്. കാരണം ഇതാണ്, ഞാൻ ബോംബെയിൽ വളർന്ന ആളാണ്, അതുകൊണ്ടാണ്. ഇതിനു മുമ്പ് ഒരാളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുക്ക് വാ, ഞാൻ നിങ്ങൾക്ക് കുടിപ്പാൻ തരും, പിന്നെ നിങ്ങൾക്ക് ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ദാഹിക്കില്ല. അതെന്തൊരു വെള്ളമാണ്, പിന്നീട് ഒരിക്കലും ദാഹിക്കാത്ത വെള്ളം. ഒരുപാട് വെള്ളം നമ്മൾ കുടിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ പിന്നെ ദാഹിക്കും. അതെന്തൊരു വെള്ളമാണ്. ഞാൻ തരുന്ന വെള്ളം കുടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ദാഹിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. അപ്പോൾ അതേപോലെ ഞാൻ പറയുകയാണ്, എൻ്റെ അടുത്ത് നിങ്ങൾ ഹിന്ദി പഠിക്കാൻ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും കളിപ്പ് പറ്റിയെന്ന് പറയില്ല. നിങ്ങൾ പൂർണ്ണമായിട്ട് ഹിന്ദി നിങ്ങൾ സംസാരിച്ചിരിക്കും, ഗ്യാരണ്ടി സംസാരിച്ചിരിക്കും. നിങ്ങൾ ആരും ആവട്ടെ, ഡോക്ടറാകട്ടെ, എഞ്ചിനീയറാകട്ടെ, ഏത് പ്രൊഫഷൻ, നിങ്ങളുടെ പ്രൊഫഷൻ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ വീട്ടമ്മ ആയിക്കോട്ടെ, റോഡ് സൈഡ് കച്ചവടക്കാരനായിക്കോട്ടെ, നിങ്ങൾ എന്ത് ഏർപ്പാടായിക്കോട്ടെ, നിങ്ങൾ IIT പഠിച്ചു, IIM പഠിച്ചു, എവിടെ ആയിക്കോട്ടെ, നിങ്ങൾ ആ പഠിച്ചതിനനുസരിച്ചുള്ള നല്ല ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ ഹിന്ദി പഠിച്ചിരിക്കണം, ഹിന്ദി സംസാരിക്കാൻ അറിയണം. എഴുതാനും വായിക്കാനൊക്കെ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ എൻ്റെ കൂടെ ചേർന്നാൽ എഴുതാനും വായിക്കാനും നിങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ പഠിച്ചിരിക്കും, ഗ്യാരണ്ടി ആസാം. ഞാൻ ഒന്നും പഠിപ്പിക്കണില്ല, ഹിന്ദി എഴുതാനും വായിക്കാനും ഒന്നും പഠിപ്പിക്കണില്ല, പക്ഷേ ഞാൻ പഠിപ്പിക്കാതെ നിങ്ങൾ പഠിച്ചിരിക്കും. അതായത് കഷായം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഷായം നമ്മൾ കുടിക്കുന്നത് ചൊറി മാറാനാണ്. പക്ഷെ ചൊറിക്ക് വേണ്ടി നമ്മൾ കഷായം കുടിക്കുമ്പോൾ എന്താ പറയുക, ചരങ്ങും പുഴുവും പുഴുക്കടിയും ഒക്കെ അങ്ങ് മാറിപ്പോവും. എന്ന് പറഞ്ഞ പോലെ ഞാൻ തരുന്ന എൻ്റെ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ എഴുതാനും വായിക്കാൻ, സംസാരിക്കാൻ പഠിക്കും ചെയ്യും പെട്ടെന്ന്. അതിൻ്റെ കൂടെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കും. മറന്നു പോയതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഓർത്ത് വരും.
ആളുകളൊക്കെ പലയിടത്തും ചുറ്റിക്കറങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് വീണ്ടും വരുന്നതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് പണ്ട് നോഹയുടെ പെട്ടകത്തിൽ നിന്നൊരു പ്രാവ് കറങ്ങാൻ പോയി വെള്ളപ്പൊക്കത്തിന് ശേഷം. അതിനവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടാഞ്ഞിട്ട് കറങ്ങിയിട്ട് വീണ്ടും ആ പെട്ടകത്തിലേക്ക് വന്നു. അതേപോലെ നിങ്ങൾ കറങ്ങിയിട്ട് എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. മേ ഫാൽത്തു മേ വക്ത് ബർബാദ് നഹി കർത്താ. എടാ ചുമ്മാരി, എനിക്ക് സമയം കളയാനില്ല. ഗണഗുണോ പറഞ്ഞ സമയം കളയാനിരിക്കില്ല. എനിക്ക് വെറുതെ കളയാൻ സമയമില്ലാന്ന്. വെറുതെ കളയാൻ സമയമില്ല. മേ ഫാൽത്തു മേ വക്ത് ബർബാദ് നഹി കർത്താ. മേ ഫാൽത്തു മേ വക്ത് ബർബാദ് നഹി കർത്താ. ഞാൻ അനാവശ്യമായിട്ട് നേരം കളയത്തില്ല. ഐ ഡോണ്ട് വേസ്റ്റ് മൈ ടൈം അൺനെസസറിലി. ഞാൻ അനാവശ്യമായി നേരം കളയുന്നില്ല. മേ ഫാൽത്തു മേ വക്ത് ബർബാദ് നഹി കർത്താ. ഈ വക്ത് എന്ന് പറയുന്നത് സമയം കേട്ടോ. ഈ വക്ത് സമയമാണ്. സമയം വക്ത്. ബർബാദ് എന്ന് പറഞ്ഞാൽ ഫാൽത്തു ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഫാൽത്തു ബാത്ത്, കാര്യമില്ലാത്ത കാര്യം. ഫാൽത്തു മേ വക്ത് ബർബാദ് നഹി കർത്താ. കാര്യമില്ലാത്ത കാര്യം പറഞ്ഞ് ഞാൻ സമയം വെറുതെ കളയുന്നില്ല. ഫാൽത്തു അനാവശ്യമായത്, ആവശ്യമില്ലാത്ത കേട്ടോ. മേ ഫാൽത്തു മേ വക്ത് ബർബാദ് നഹി കർത്താ. ഐ ഡോണ്ട് വേസ്റ്റ് മൈ ടൈം അൺനെസസറിലി. നിങ്ങൾ എന്തെങ്കിലും ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ അത് നിങ്ങൾ പ്രാപിക്കാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തുന്നു. ഇത് പറഞ്ഞത് പൗലോ കൊയ്ലോ. നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നിങ്ങൾ സ്വന്തമാക്കാനായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം അത്ര നല്ല കാര്യമൊന്നുമല്ല കേട്ടോ. ഒരു കാര്യം എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നടക്കുന്ന കാര്യമൊന്നുമല്ല, അത്ര നല്ല കാര്യമൊന്നുമല്ല, അത് സാധിക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. നിങ്ങളോടല്ല കേട്ടോ, നിങ്ങളോടല്ലേ. एक ही बात बार बार दोहराना अच्छा नहीं है. एक ही बात बार बार दोहराना अच्छा नहीं है. ഒരേ കാര്യം ഇങ്ങനെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അത് നടക്കുന്ന കാര്യമൊന്നുമല്ല കേട്ടോ. എനിക്ക് വേറെ പണിയൊന്നുമില്ലേ. ഞാനത് ഏത് സമയത്തും ഇങ്ങനെ ഒരു കാര്യം തന്നെ നിങ്ങളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ എനിക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? एक ही बात बार बार दोहराना मुझे अच्छा नहीं लगता. एक ही बात ഒരേ കാര്യം ബാർ ദോറാന കൂടെ ആവർത്തിക്കുക. മുझे अच्छा नहीं लगता. എനിക്കിത് ഇഷ്ടമല്ല. മുझे പസന്ത് नहीं. എനിക്കിത് ഇഷ്ടമല്ല. നോണ പറയുന്നത് എനിക്കിഷ്ടമല്ല. झूठ बोलना मुझे पसंद नहीं है. हमेशा झूठ बोलते रहते. എപ്പോഴും നുണയും പറഞ്ഞുകൊണ്ടിരിക്കും. हमेशा झूठ बोलते रहते. എപ്പോഴും നുണയും പറഞ്ഞുകൊണ്ടിരിക്കും. मुझे अच्छा नहीं लगता ये. എനിക്കത് ഇഷ്ടമല്ല. मुझे पसंद नहीं. എനിക്ക് ഇഷ്ടമല്ല. झूठ बोलना मुझे पसंद नहीं. നുണ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. मुझे सिर्फ सच्चाई में दिलचस्पी है. എനിക്ക് സത്യത്തിൽ മാത്രമാണ് പത്യം. എനിക്ക് സത്യം മാത്രമാണ് ഇഷ്ടം. നിന്നെ മനസ്സിലാക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട കേട്ടോ. തുമേന്ന് പറഞ്ഞാൽ നിങ്ങളെ എന്നുള്ള അർത്ഥമാണ്. എന്നാൽ തുജേ എന്നാണ് പറയണമെങ്കിൽ നിന്നെ എന്നാണ് പറഞ്ഞത്. തുജേ സമഞ്ജനമേ യാദാ വക്ത് നഹി ലഗ്താ മുझे. തുജേ നിന്നെ, സമഞ്ജനമേ മനസ്സിലാക്കാൻ, യാദാ വക്ത് നഹി ലഗ്താ മുझे എനിക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ തുജേ എന്ന് പറഞ്ഞാൽ നിന്നെ, തുമേന്ന് പറഞ്ഞാൽ നിങ്ങളെ. മര്യാദയ്ക്ക് സംസാരിക്കടാ. ईमानदारी से बात करो. नहीं तो അല്ലെങ്കിൽ ജവാബി ईमानदारी से नहीं रहेगा. ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. ഈ തെറ്റ് വീണ്ടും ആവർത്തിക്കരുത്. इस गलती को फिर से ना दोहराए. ऐसा कभी नहीं करना. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഐസ കബി നഹി കർണ. അങ്ങനെ നമുക്ക് അങ്ങനെയും പറയാം. നമുക്ക് ഐസ കബി നഹി കർണ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഐസ എന്ന് പറഞ്ഞാൽ അങ്ങനെയെന്നുള്ളതിനും ഇങ്ങനെയെന്നുള്ളതിനൊക്കെ ഐസ എന്ന് തന്നെ പറയാം. ഐസ കബി നഹി കർണ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നൈ ദോറാന എന്ന് പറഞ്ഞാൽ ആവർത്തിക്കരുത് എന്നർത്ഥം. നൈ ദോറാന, ആവർത്തിക്കരുത്. എൻ്റെ മുമ്പിൽ നീ ആരടാ? तू कौन है मेरे सामने तू कौन है?
കോനെ തൂ ആരടാ നീ? കോനെ തൂ കോനെ തൂ ആരടാ നീ? इसको जरा समझ लो, इसको जरा समझ लो. ഇവർ ലാസ്റ്റ് മനസ്സിലാക്കി കൊടുക്കും. इसको जरा समझ लो, ഇവനൊന്ന് മനസ്സിലാക്കി കൊടുക്കും. अच्छे से समझ लो, നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കും. मैं कौन हूँ, मैं कौन हूँ, ഞാൻ ആരാണ്? मैं कौन हूँ, ഞാൻ ആരാണ്? जरा अच्छे से समझ लो, जरा अच्छे से समझ लो, जरा अच्छे से समझ लो. കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കും ഞാൻ ആരാണെന്ന്. मैं कौन हूँ, मैं कौन हूँ, ഞാൻ ആരാണ്? ഞാൻ ഒന്നുമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെന്നുള്ളൂ കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കുക എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന്. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇങ്ങനെയൊക്കെ കേട്ട് പഠിച്ചതാണ്. അതൊക്കെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നീ ആരാണെന്ന് എനിക്കറിയാം. മുझे अच्छी तरह जानता है तू कौन है, मुझे अच्छी तरह जानता है तू कौन है. എനിക്ക് നല്ലോണം അറിയാം നീ ആരാണെന്ന്. मुझे अच्छी तरह जानता है, എനിക്ക് നന്നായിട്ട് അറിയാം. तू कौन है, നീ ആരാണെന്ന്. मुझे अच्छी तरह जानता है तू कौन है, मुझे अच्छी तरह जानता है तू कौन है, मुझे अच्छी तरह जानता है तू कौन है. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ज़्यादा उशारी मत करो, ज़्यादा उशारी मत करो. ഒരുപാടങ്ങ് ഉഷാറാക്കല്ലേ, ഒരുപാടങ്ങ് കയറല്ലേ, കയറ്റി കിളക്കല്ലേ. ज़्यादा उशारी मत करो, ज़्यादा उशारी मत करो, ज़्यादा उजारी मत करो. കേറ്റി കിളക്കല്ലേ, കിളക്കല്ലേ. तब मालूम पड़ेगा तू मैं कौन हूँ, तब मालूम पड़ेगा मैं कौन हूँ. അപ്പം അറിയാം ഞാൻ ആരാണെന്ന്. तब मालूम पड़ेगा मैं कौन हूँ, तब मालूम पड़ेगा मैं कौन हूँ. അപ്പം അറിയാം ഞാൻ ആരാണെന്ന്. शेर का बच्चा रे, शेर का बच्चे, शेर का बच्चा, शेर का बच्चा रे, शेर का बच्चा. പുലിക്കുട്ടിയാടാ പുലിക്കുട്ടി. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. ഇത്രയൊന്ന് AM എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. സഹായക്രിയ. AM എന്നൊരു സഹായക്രിയ ഉപയോഗിക്കുന്നത് എവിടെയാണ് നമ്മൾ? ഇത് കണ്ടോ, ഐ എന്ന സബ്ജക്റ്റിനോട് കൂടിയാണ്. ഐ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഐ, ഞാൻ, കർത്താവ് അല്ലേ. അപ്പോൾ ഈ ഐ എന്നതിനോട് മാത്രമാണ് AM, അതായത് ആം എന്ന് ഉപയോഗിക്കുക. ഐ എന്ന കർത്താവിനോട് കൂടെ ആം എന്ന ക്രിയ ഉപയോഗിക്കുമ്പോൾ അത് ഐ ആം എന്ന് നമ്മൾ വായിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനാണ് അല്ലെങ്കിൽ ഞാനാകുന്നു എന്നാണ്. സാധാരണ നമ്മൾ മലയാളം പറയും പോലെ പറയുകയാണെങ്കിൽ ഞാനാണ്, ഞാനാണ്. പാലക്കാട്ടുകാരൊക്കെ പറയണത് അങ്ങനെ തന്നെയാണ് പറയാം, ഞാനാണ്, ഞാനാകുന്നു എന്ന് നമുക്ക് അച്ചടി ഭാഷയിൽ പറയാം. ഐ ആം. ഹിന്ദിയിൽ എങ്ങനെ പറയാം അത്? മേ ഹും, മേ ഹും, മേ ഐ, ആം ഹും, ആം ഹും. ആം എന്ന് പറയണെങ്കില് ഈ ആം എന്നതിന് തുല്യമായ ഹിന്ദിയിലുള്ള സഹായക്രിയയാണ് ഹും. ഇനി നിങ്ങൾക്ക് അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഐ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ആം എന്നാണ് ഉപയോഗിക്കുക. അതുപോലെ മേ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഹും എന്നാണ് ഉപയോഗിക്കുക. ഇതിന് മാറ്റേ ഇല്ല. ഇനി അതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. മനസ്സിലായോ? ഐ ആം ഞാനാണ്, ഞാനാകുന്നു. മേ ഹും ഞാനാണ്, ഞാനാകുന്നു. മേ ഹും ഞാനാണ്, മേ ഹും ഞാനാകുന്നു. ഐ ആം ഞാനാണ്, ഐ ആം ഞാനാകുന്നു. ഇനി നമുക്ക് അതിനെക്കുറിച്ച് ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഹും എന്ന വാക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നതിന് നമ്മൾ ചോദിച്ചാൽ ഒരൊറ്റ അർത്ഥമുള്ളൂ. ഞാൻ കർത്താവായി വരുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറെ എവിടെയും ഹുമ്മിന് ഒരു സ്ഥാനവുമില്ല, ആമിന് എവിടെയും ഒരു സ്ഥാനമില്ല. ഐ കർത്താവായി വരുമ്പോൾ മാത്രമേ ആമിന് സ്ഥാനമുള്ളൂ. അല്ലാതെ വേറെ എവിടെ ഈ വാക്കിന് സ്ഥാനമില്ല. അതേപോലെ ഹും മേ വരുമ്പോൾ മാത്രമേ ഹുമ്മിന് സ്ഥാനമുള്ളൂ. അല്ലാത്തടത്ത് ഹും ഒരു സ്ഥാനവുമില്ല, ഒരു വിലയില്ല. അപ്പോൾ നമ്മുടെ പേരെങ്ങനെ നമ്മളൊന്ന് പറയും. ഇപ്പോൾ എൻ്റെ പേര് സാജു എന്നാന്ന് വിചാരിക്കുക. എൻ്റെ പേര് പറയാൻ ചില ബുദ്ധിമുട്ട്, കുനിഷ്ട് പിടിച്ച പേരാ. അതുകൊണ്ട് ഞാൻ വേറൊരു പേരെടുത്തതാണ്. മേ സാജു ഹും,
മേ സാജൂഹും. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു മേ ഹും. മേ ഹും ഞാനാണ്, ഞാനാണ്. മേ ഹും ഞാനാണ്. ഐ ആം, ഐ ആം. മേ ഹും. ഇടയ്ക്ക് സാജു വെച്ചപ്പോഴോ മേ സാജൂഹും എന്ന് പറഞ്ഞാലോ ഞാൻ സാജുവാണ്. ഐ ആം സാജു, ഐ ആം സാജു. മേ സാജൂഹും. അതേപോലെ മേ നന്ദനാഹും. നന്ദന പറയാണ് മേ നന്ദനാഹും ഞാൻ നന്ദനയാണ്. ഐ ആം നന്ദന, ഐ ആം നന്ദന. എന്നാൽ ഈ വാക്ക് തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തെറ്റായിട്ട് ഉപയോഗിക്കുന്നത്? മേ സാജൂഹേ ഇത് തെറ്റാണ്. കണ്ടോ, ഇത് തെറ്റ് കൊടുത്തിട്ടുണ്ട്. മേ സാജൂഹേ ഇത് തെറ്റാണ്. അതേപോലെ ഇവിടെ മേ നന്ദനാഹേ ഇത് തെറ്റാണ്, തെറ്റാണ്. അപ്പം മേ സാജു ഹേ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മേ നന്ദന ഹേ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മേ നന്ദന ഹും എന്ന് പറഞ്ഞാൽ ശരിയാണ്. മേ സാജു ഹും എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പം ശരി ഏതാണ് തെറ്റ് ഏതാണെന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. തുടരാം, അടുത്ത പാഠത്തിലേക്ക് പോകാം. മേ എക്ക് ശിക്ഷകഹും, മേ എക്ക് ശിക്ഷകഹും. നമ്മളെങ്ങനെയൊന്നും എടുത്ത് ഓരോ വാക്കും വേറെ വേറെ ചെയ്തല്ല പറയണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് നമുക്ക് പഠിപ്പിക്കാൻ സൗകര്യത്തിന് വേണ്ടി നമ്മളങ്ങനെ പറയുന്നു എന്നുള്ളൂ. നമ്മളത് പറയുമ്പോൾ എന്ത് വേണം, ഇതിൻ്റെയൊക്കെ മൂല ചെത്തിക്കളണം. ഏത് ഇത് എടുത്തിട്ടുകൊണ്ട് ചെത്തല്ല, അതിന് ചെത്തി ഒഴിവാക്കിയിട്ട് പറയണം. സൗണ്ടിൽ ചെത്തി കളഞ്ഞാൽ മതി. നമ്മൾ സ്വരം എടുക്കുമ്പോണ്ടല്ലോ മേമെന്നുള്ളതിൻ്റെ ഏമ് ചെത്തിക്കളയണം. ഈ ഇത് ഉച്ചാരണത്തിൽ വേണ്ട. ഏത് ഈ ഇവിടെ ഒരു കുത്തുണ്ടല്ലോ അതിൻ്റെ ഉച്ചാരണം വേണ്ട. മേമ് എന്ന് പറയണ്ട, മേ എന്ന് പറഞ്ഞാൽ മതി. ഏക്ക് എന്നുള്ളതിന് ഏക്ക് ഫുള്ള് പറയുമ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഏക്ഷി അങ്ങനെ പറയാം. മേഘ് ശിക്ഷവും, മേഘ് ശിക്ഷവും, മേഘ് ശിക്ഷ. ഇവിടെ ഖ് എന്നൊന്ന് നിങ്ങൾ മുഴച്ച് ഇങ്ങനെ തള്ളി കയറ്റി വെക്കൊന്നും വേണ്ട. മേഘ് ശിക്ഷവും, മേഘ് ശിക്ഷവും. ഞാനൊരു അധ്യാപകനാണ്, ഞാനൊരു അധ്യാപകനാണ്. അതിന് നമ്മൾ ഈ പാറപ്പുറത്തോടെ കാളവണ്ടി പോകുന്ന മേ യക്ക് ശിക്ഷക്ക് ഹും അങ്ങനെയൊന്നും പറയണ്ട. അതായത് മേമ് യക്ക് ശിക്ഷക്ക് ഹും അങ്ങനെയൊന്നും പറയരുത്. ഒക്കെ മഹാ ബോറാക്കും നമ്മുടെ സംസാരം. എന്ത് പറയണം? മേഘ് ശിക്ഷവും, മേഘ് ശിക്ഷവും, മേഘ് ശിക്ഷവും. ഞാനൊരു അധ്യാപകനാണ്. അങ്ങനെ ഒരു അധ്യാപകനെ പോലെ സംസാരിക്കൂ. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ബഹുമാനിക്കും. മേഘ് ശിക്ഷവും, മേഘ് ശിക്ഷവും. അല്ലാതെ ഇങ്ങനെ മേമ് ഏക്ക് ശിക്ഷക ഹുമ്മ അതിങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത്. ഉച്ചാരണം അങ്ങനെയാണ് എന്ന് തിരുത്തി കൊടുക്കേണ്ടത് കൂടി ആവശ്യമാണ്. മേ ഏക്ക് ശിക്ഷകവും ഞാനിവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ തന്നെ എഴുതിയിരുന്നു. മേ ഏക്ക് ശിക്ഷകവും. ഒരു ഭാഷ മലയാളം മാത്രം അറിയുന്ന ഒരാൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹിന്ദി എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കും കേട്ടോ. അത് 100% ഗ്യാരണ്ടി. എത്രയോ പേരങ്ങനെ പഠിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദി ഇല്ലാത്ത സ്കൂളിൽ പഠിച്ചവരൊക്കെയാണ്, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാം. ATMലൊക്കെ പോയാൽ ഞങ്ങൾ ഹിന്ദിയാണ് കൈകാര്യം ചെയ്യണത്. അതൊരു താല്പര്യം കൊണ്ട് ചെയ്യണതാണ്, അല്ലാണ്ട് ആൾക്ക് ഇംഗ്ലീഷ് അറിയാഞ്ഞിട്ടല്ല. ഓക്കെ. അപ്പോൾ ഐ ആം എ ടീച്ചർ, ഐ ആം എ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പെണ്ണിനും പറയാം, ഒരു പുരുഷനും പറയാം. മനസ്സിലായോ? അത് വ്യത്യാസമില്ല. ഐ ആം എ ടീച്ചർ എനിക്ക് വേണമെങ്കിൽ പറയാം ഞാനൊരു ടീച്ചറാണെന്ന്. പക്ഷേ മലയാളികളോട് പറഞ്ഞാൽ കളിയാക്കും. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എന്താണ് എന്നോട് ചോദിച്ചു, എന്താ ജോലി എന്ന് ചോദിച്ചു. ഒരു ഗ്രൂപ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഐ എം എ ടീച്ചർ. ഞാൻ പറഞ്ഞു ഞാനൊരു ടീച്ചറാണ്. അവർ കളിയാക്കി ചിരിക്കുക. എന്താണ് നമ്മുടെ ഈ കേരളം ഇങ്ങനെയായിപ്പോയത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവർക്ക് അറിയില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ അറിവില്ലായ്മ അവരൊരു അംഗീകാരമായിട്ട് വലിയ സംഭവമായിട്ട് കരുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഐ എം എ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അധ്യാപകനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത് അവർക്ക് അറിയില്ല. അറിയില്ലാതെ ഒരു കുറ്റമല്ല, നമുക്ക് അവരോട് പുച്ഛമൊന്നുമില്ല. പക്ഷെ ആ അറിവില്ലായ്മ അവർക്കൊരു ഡോക്ടറേറ്റ് അവർ കരുതുകയും നമ്മളെ വിഡ്ഢിയാക്കി ചിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ എന്താ അവരോട് പറയുക? സഹതാപിക്കുകയല്ല, എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം ഐ എം എ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും പറയാം, ഒരു പുരുഷനും പറയാം. എന്നാൽ മേ ഏക്ക് അധ്യാപികാഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ്. മേ ഏക്ക് അധ്യാപികാഹും, മേ ഏക്ക് അധ്യാപികാഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ്, സ്ത്രീ ടീച്ചറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും എടുത്തിടാൻ കാരണം. ശിക്ഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകൻ എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. ശിക്ഷക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം അത് പുല്ലിംഗമാണ്. ശിക്ഷക്, ശിക്ഷക് എന്ന് പറഞ്ഞാൽ അത് പുല്ലിംഗമാണ്, അധ്യാപകൻ ആണ്.
എന്നാൽ അധ്യാപിക എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്, അത് സ്ത്രീ ടീച്ചറാണ്, മഹിളാ ടീച്ചറാണ്. എന്നാൽ ഇതുപോലെ തന്നെ ശിക്ഷിക, ശിക്ഷിക എന്ന് നമുക്ക് പറഞ്ഞാൽ ഇതാ ശിക്ഷിക. ശിക്ഷിക, ശിക്ഷിക ലേഡി ടീച്ചർ, അതാണ് ശിക്ഷിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡി ടീച്ചർ എന്നാണ് അർത്ഥം. ശിക്ഷിക. അപ്പോൾ അധ്യാപക് എന്ന് പറഞ്ഞാൽ പുല്ലിംഗമാണ്, അധ്യാപകനാണ്, പുരുഷ അധ്യാപകനാണ്, മെയിൽ ടീച്ചർ. എന്നാൽ ശിക്ഷിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്യാപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിമെയിൽ ടീച്ചറാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ്, രണ്ടുപേരുമാണ്. പഠിപ്പിക്കുന്ന ആ വ്യക്തി എന്നുള്ള അർത്ഥമാണ് ടീച്ചറിന് കൊടുക്കുക. കേരളീയർക്ക് പകുതി പേർക്കൊന്നും മനസ്സിലാകാത്ത ഒരു കാര്യമാണത്. കേരളീയർ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സാരിയും മുണ്ടും ബ്ലൗസും ചുരിദാറും ഒക്കെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരും. അങ്ങനെയൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റിക്കോളൂ. വഹ് ഏക്ക് ഡോക്ടർ ഹേ, വഹ് ഏക്ക് ഡോക്ടർ ഹേ. വഹ് അയാൾ ഒരു ഡോക്ടറാണ്, അയാൾ ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ അവൻ ഒരു ഡോക്ടറാണ്. വഹ് ഏക്ക് ഡോക്ടർ ഹേ, ഹി ഈസ് എ ഡോക്ടർ. വഹ് ഏക്ക് ഡോക്ടർ ഹേ, അവൻ ഒരു ഡോക്ടറാണ്. വഹ് ഏക്ക് ഡോക്ടർ ഹേ, ഷീ ഈസ് എ ഡോക്ടർ, അവൾ ഒരു ഡോക്ടറാണ്. ഇവിടെ പുരുഷനും വഹ് ഏക്ക് ഡോക്ടർ എന്ന് പറഞ്ഞു, ഇവിടെ സ്ത്രീക്കും വഹ് ഏക്ക് ഡോക്ടർ എന്ന് പറഞ്ഞു. വഹ് ഏക്ക് ഡോക്ടർ ഹേ. നമ്മൾ പറയുമ്പോൾ ഓക് ഡോക്ടറെ, ഓക് ഡോക്ടറെ അങ്ങനെ പറയാം. വഹ് എന്നൊന്നും പറയില്ല. ഓക് ഡോക്ടറെ, ഓക് ഡോക്ടറെ. ഇത് ഹേ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഈ ഹേയുടെ സ്ഥാനത്ത് ഹുമ്മ് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഇത് കണ്ടോ, ഹുമ്മ് തെറ്റ്. ഹോ എന്ന് ഉപയോഗിച്ചാൽ തെറ്റാണ്, ഹേം എന്ന് ഉപയോഗിച്ചാലും തെറ്റാണ്. ഇത് തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇതെല്ലാം തെറ്റാണ്, ഇങ്ങനെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ശരി, ഇത് മാത്രമാണ്, ഹേ മാത്രമാണ്. അപ്പോൾ വഹ് എന്ന് ഉള്ളത് ഏകവചനാണ്. ഈ വഹ് അതിപ്പോൾ പറയുമ്പോൾ ഓ എന്നൊക്കെ പറയും, ഓ എന്നാ പറയാ കേട്ടോ. അതിപ്പോൾ ഇവിടെ സ്ത്രീയുടെ കാര്യത്തിൽ വരുമ്പോൾ അങ്ങനെ തന്നെ, ഓ ഡോക്ടറെ, അവളൊരു ഡോക്ടറാണ്, ഷീ ഈസ് എ ഡോക്ടർ. പക്ഷേ ഇതിവിടെ ഹേ എന്ന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, കാരണം ഇത് ഏകവചനാണ്. ഏകവചനത്തിൽ തുടങ്ങിയ ഏകവചനത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. ഇതിന് ക്രിയ സഹായക്രിയയും, കർത്താവ് ഏകവചനമായിട്ട് വരുമ്പോൾ സഹായക്രിയയും ഏകവചനമായിട്ട് വരും. സഹായക്രിയയ്ക്ക് മോഡൽ വെർബ് എന്നാണല്ലോ പറയുക ഇംഗ്ലീഷിൽ. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഇതിൻ്റെ സഹായക്രിയ മോഡൽ വെർബ് എന്തായിരിക്കും? സിംഗുലർ തന്നെ ആയിരിക്കണം. ഓക്സിലറി വെർബ് നമ്മൾ പറയും അല്ലേ, ഓക്സിലറി വെർബ് അത് സിംഗുലർ ആയിരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കുറേ കഴിഞ്ഞാൽ മറന്നു പോകും, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കുക, സ്ത്രീ ആയാലും ഇവിടെ ഇംഗ്ലീഷിൽ ഷീ എന്ന് പറഞ്ഞു, ഇംഗ്ലീഷിൽ ഇവിടെ ഹീ എന്ന് പറഞ്ഞു പുരുഷന്. എന്നാൽ ഹിന്ദിയിൽ രണ്ടിനും ഒരേ പ്രയോഗമാണ് വഹ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വഹ് കേട്ടോ. അപ്പോൾ അത് പെണ്ണാളുള്ളതിനടുത്ത് വഹ് എന്നുള്ളത് വഹി എന്നൊന്നും പറയണ്ട, വഹ് തന്നെയാണ്. വഹ് എന്ന് പറയണ്ട, ശരിക്കും ഓ എന്ന് പറഞ്ഞാൽ മതി. എന്താണ് ഓ? എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, വഹ് എന്ന് എഴുതണം, പക്ഷെ പറയുമ്പോൾ ഓ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ ലാസ്റ്റ് സഹായക്രിയ വന്നിരിക്കുന്നത് ഹോയാണ്. ഓക്സിലറി വെർബ് വന്നിരിക്കുന്നത് എന്താണ്? ഹോ. ഇത് ശരിയാണ്. തും ആണ് ഇവിടെ വന്നിരിക്കുന്നത്, കാരണം സബ്ജക്റ്റ് തും ആണ്. തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അർത്ഥം. തും ഹോഷിയാർ ഹോ, തും ഹോഷിയാർ, നിങ്ങൾ മിടുക്കനാണ്. യു ആർ സ്മാർട്ട്, യു ആർ സ്മാർട്ട്. തും ഹോഷിയാർ ഹോ, നിങ്ങൾ മിടുക്കനാണ്. ഇവിടെ തും എന്ന് വന്നപ്പോൾ ഇവിടുത്തെ സഹായക്രിയ മാറി. ഇവിടെ ഹേ അല്ല, ഇവിടെ ഹേമല്ല, ഇവിടെ ഹുമ്മല്ല കേട്ടോ, ഇവിടെ ഹുമ്മും അല്ല. ഇവിടെ ഹുമ്മല്ല. ഇതൊക്കെ തെറ്റാണ്, ഇത് തെറ്റാണ്, ഇതെല്ലാം തെറ്റാണ്. എന്താണ് ശരി? ഇത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ ശരി. തും ഹോഷിയാർ ഹോ. തും എന്ന് പറയുമ്പോൾ
തും എന്നാണ് കർത്താവ് വരുന്നതെങ്കിൽ, അതായത് സബ്ജക്റ്റ് തും ആണെങ്കിൽ അവിടെ ഹോ അല്ലാതെ വേറെ ഒരു സഹായക്രിയയും ചേരൂല കേട്ടോ. മിടുക്കനാണ്, നിങ്ങൾ മിടുക്കനാണ്. തും ഹോഷിയാർ ഹോ, തും ഹോഷിയാർ ഹോ. ഇനി ഞാൻ പറയാ, ഈ ഹോയ്ക്കും ഈ ഹുമ്മിനും ഈ ഹേയ്ക്കും ഈ ഹേമിനും ഇതിൻ്റെ എല്ലാം അർത്ഥം ഒരേ അർത്ഥമാണ്, ഒരേ അർത്ഥം, സെയിം അർത്ഥമാണ്. എന്താണ്? സെയിം അർത്ഥമാണ്. എന്താണ് അർത്ഥം? ഇതിനെല്ലാത്തിനും ഒരേ അർത്ഥമാണ്. ഈ പറഞ്ഞതിലെല്ലാം അർത്ഥം എന്താണ്? ആകുന്നു, ആകുന്നു എന്ന അർത്ഥമാണ് ഇതിനെല്ലാം. എന്താണ്? ഈ ഹേ, ഹോ, ഹേ, ഹും, ഹേം, ഈ പറയുന്ന 4 എണ്ണത്തിനും ഒരേ അർത്ഥമാണ്. ഈ അർത്ഥം മാത്രമാണ്. പക്ഷേ എവിടെ ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ തുമ്മാണെങ്കിൽ ഹോ തന്നെ ഉപയോഗിക്കണം. ഇനി നിങ്ങളിത് മാറി അറിയാതെ ഞങ്ങൾ മാറി പറഞ്ഞു പോയെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല കേട്ടോ. അവിടെ ഒന്നും സംഭവിക്കില്ല. ആകാശം ഇടിഞ്ഞ് വീഴത്തില്ല, ഭൂമി പിളർന്ന് 2ആയി നിങ്ങളെ വലിച്ചുകൊണ്ട് പോകത്തില്ല. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി കേട്ടോ. വെള്ളപ്പൊക്കം ഉണ്ടാവില്ല, ഇവിടെ വരൾച്ച ഉണ്ടാവില്ല. നിങ്ങളിത് പറഞ്ഞാൽ അർത്ഥം, എല്ലാത്തിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ ശുദ്ധമായിട്ട് സംസാരിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഓരോന്നും കൃത്യമായിട്ട് ഓർമ്മ വെച്ച് പറയാം. ഇനി നിങ്ങൾക്കത് പെട്ടെന്ന് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഹോ വേണോ, ഹേ വേണോ, ഹം വേണോ, ഹൈ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എടുത്തങ്ങ് വീക്കുക. ദാവീദ് ഒരു കല്ലുകൊണ്ട് ഗോലിയാത്തിന്, ഭയങ്കര വലിയ മല്ലനായ ഗോലിയാത്തിനെ വീഴ്ചു. അതിപ്പോൾ ആ സമയത്ത് നമ്മുടെ ആവനാഴിയിൽ എന്താണുള്ളത്, നമ്മുടെ സഞ്ചി എന്താണ്, സഞ്ചിക്കകത്ത് എന്താണുള്ളത്, എടുത്തിട്ട് എറിയുക, അടിക്കുക, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഇതൊന്നും ആലോചിച്ചുകൊണ്ടൊന്നും വേണ്ട. പിന്നെ ശുദ്ധമായിട്ട് സംസാരിക്കണം, ശുദ്ധമായിട്ട് പൂർണ്ണമായിട്ട് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഇതിനു വേണ്ടി ശ്രമിക്കുക. വേ എന്നത് കണ്ടില്ലേ? വേ എന്നത് സബ്ജക്റ്റ് വേ ആയി. വേ എന്ന് പറഞ്ഞാൽ അവർ, അല്ലെങ്കിൽ അവ, അദ്ദേഹം എന്നാണ്. ഇത് കാര്യത്തിൽ പെണ്ണാണെങ്കിലും പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റാണ്. അതിനപ്പോൾ എന്ത് പറയണം? അവസാനം ഇവിടെ വരുമ്പോൾ എന്ത് പറയണം? ഹേം എന്ന് ചേർക്കണം. ഹേം എന്ന് നമ്മളിവിടെ എഴുതും, പക്ഷെ പറയുമ്പോൾ ഹേം എന്ന് അങ്ങനെ ഇങ്ങോട്ട് ചുണ്ട് കൂട്ടിപ്പിടിച്ച് പറയണമെന്നില്ല. ഹേം, ഹേം ഇങ്ങനെയൊന്നും പറയുന്നു വേണ്ട. വേ ജില്ലാ കളക്ടർ ഹേ, വേ ജില്ലാ കളക്ടർ ഹേ, വേ ജില്ലാ കളക്ടർ ഹേ, അങ്ങനെ പറഞ്ഞാൽ മതി. അല്ലാണ്ട് ഹേമ് എന്നൊന്നും പറയണ്ട കേട്ടോ. അപ്പോൾ അദ്ദേഹം ജില്ലാ കളക്ടറാണ്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. വഹ് ജില്ലാ കളക്ടർ ഹേ, അവൻ അല്ലെങ്കിൽ അവൾ ജില്ലാ കളക്ടറാണ്. അവൻ ജില്ലാ കളക്ടറാകുന്നു, അവൾ ജില്ലാ കളക്ടറാകുന്നു. അദ്ദേഹം ജില്ലാ കളക്ടറാണ് എന്ന് പറയാനാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് വേ. അദ്ദേഹം, ഈ വേ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അദ്ദേഹം, അവർ, അവ എന്നുള്ളതിനൊക്കെ. അപ്പോൾ സബ്ജക്റ്റ് മാറിയപ്പോൾ സഹായക്രിയ മാറി കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതൊന്നും മാറിപ്പോയി വിചാരിച്ച് ഞാൻ ഇങ്ങനെ കൂടെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് കൂടെ പറയാം. ഇനി ഇത് കിട്ടാതെ വരുന്നതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കരുത്. നിങ്ങൾ എടുത്തു വെച്ച് കീച്ച എന്താ ഓർമ്മ? ഈ 4 ഏതേലും എടുത്തു വെച്ചാണ് കീച്ച. ഹേ, ഹും, ഹോ, ഹേം, എല്ലാത്തിനും 4 ഓരോ അർത്ഥമാണ് കേട്ടോ. ഇനി ഒന്നും അത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങളിപ്പോൾ സംസാരിക്കാതിരിക്കരുത്. വെച്ച് കീച്ച. വേ കിലാടി ഹേം, വേ കിലാടി ഹേം, വേ കിലാടി ഹേം. എന്താണോ വേ കിലാടി ഹേം എന്ന് പറഞ്ഞാൽ? എന്താ? വേ അദ്ദേഹം, അല്ലെങ്കിൽ അവർ, അല്ലെങ്കിൽ അവ എന്നാണ് ഇതിനർത്ഥം. ഇത് ബഹുവചനാണ്, കർത്താവ് ബഹുവചനാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ? ഹേം, ഇവിടെ ഒരു കുത്ത് കണ്ടോ? ഈ കുത്ത് അതാണ് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ കിലാടി എന്ന് പറഞ്ഞാൽ കളിക്കാർ എന്നാണ്, കളിക്കാർ എന്നാണ് അതിനർത്ഥം. കിലാടി, വേ കിലാടി ഹേം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ കിലാടി എന്ന് പറയുന്നത്? ഒരാൾക്കാണെങ്കിലും പറയും കിലാടി എന്ന്, അപ്പോൾ അത് ഏകവചനാവും. ഇത് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ബഹുവചനായത്? ഇവിടെ ബഹുവചനം, കർത്താവ് ബഹുവചനം വന്നുകൊണ്ടാണ് ഇത് ബഹുവചനായി. ഇതെന്താണ്? അതിൻ്റെ ബഹുവചനത്തിൻ്റെ സഹായക്രിയ ഹേം വന്നു. അപ്പോൾ വേ കിലാടി ഹേം എന്ന് പറഞ്ഞാൽ അവർ കളിക്കാരാണ്, അവർ കളിക്കാരാണ്. അതാണ്, അവർ കളിക്കാരാണ്. പിന്നെ അത് വായിക്കുന്നതിന് വേ കിലാടി ഹേം. എഴുതുമ്പോൾ പലതും എഴുതും, സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒഴുക്കിന് സംസാരിക്കണം. അതൊക്കെ ചെത്തി, വാക്കിൻ്റെ മൂല അരികൊക്കെ ചെത്തി കുറിപ്പിച്ച് നമ്മളങ്ങ് പറയണം. സൈഡൊക്കെ ചെത്തി ചേർത്തോണ്ട്. നമ്മൾ മരങ്ങളൊക്കെ നമ്മൾ ഉരുപ്പടി ആക്കിയിട്ട് ആ ഉരുപ്പടി ചെത്തി ഈർന്നിട്ട് ഉരുപ്പടി അതുപോലെ എടുത്തു വെച്ചാൽ അത് ഫർണിച്ചർ ആവില്ല.
ആ ഫർണിച്ചർ ആകണമെന്നുണ്ടെങ്കിൽ അതിന് ആ സാധനം എടുത്തിട്ട് ഉരുപ്പടി നമ്മൾ എന്ത് ചെയ്യണം, അത് പലതരത്തിൽ മുറിച്ച് കഷ്ണങ്ങളാക്കി നമ്മളതിനെ ചെത്തി കൂർപ്പിച്ച് ചിപ്പിളി ഇട്ടിട്ട് നമ്മൾ അത് ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യും. അത് അതെ യോജിപ്പിക്കുമ്പോഴാണ് അതൊരു ഫർണിച്ചറാകുക. അല്ലെങ്കിൽ തടിയായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ നമ്മുടെ സംഭാഷണം അരികും മൂലയൊക്കെ കൂർപ്പിച്ച് ചെത്തി മിനുക്കി നമ്മൾ കയറ്റി കറക്റ്റായിട്ട് യോജിപ്പിച്ച് വിടണം. അത് നമ്മുടെ കടമയാണ്, നമ്മൾ സംസാരിക്കുന്നവരുടെ കടമയാണ്. പഠിപ്പിക്കുന്നവർക്ക് ഒരു പരിമിതിയുണ്ട്. ഇപ്പോൾ പഠിപ്പിക്കുന്ന ഞാൻ സംസാര ഭാഷയിൽ ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും വായിക്കാനും എഴുതാനും അറിയുന്നവനും ഇത് ഹിന്ദി അറിയുന്നവൻ വന്നിട്ട് ഇത് തന്നെ മണ്ണാങ്കട്ടയായി കാട്ടി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. അതേ സമയത്ത് ചിലപ്പോൾ തീരെ അറിയാത്ത ആളുകൾ വന്നാൽ അവർക്കത് സഹായമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു പരിമിതി, നമുക്കൊക്കെ ഒരു പരിധിയുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വേ കിലാടി ഹേ അവർ കളിക്കാരാണ്, വേ കിലാടി ഹേ അവർ കളിക്കാർ, ദേ ആർ പ്ലേയേഴ്സ്. വാട്സാപ്പ് ക്ലാസ് ചേർന്നാൽ എല്ലാ പരിമിതികളും വിട്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. മാസം മതി, നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. അത് ഒരാഴ്ച കൊണ്ട് അർജൻറ്റുകാർക്ക് ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന കോഴ്സുണ്ട്. രണ്ടാഴ്ച കൊണ്ട് അങ്ങനെ 3 ആഴ്ച കൊണ്ട് 1 മാസം കൊണ്ടൊക്കെ നമ്മൾ സ്പെഷ്യൽ കോച്ചിങ് അത് കൊടുക്കുന്നുണ്ട്. നോർമൽ കോഴ്സ് ആണെങ്കിലും നമുക്ക് ഒരൊറ്റ മാസം കൊണ്ട് പഠിക്കാം. കുറഞ്ഞ പൈസയുള്ളൂ, ഒറ്റ മാസം കൊണ്ട് പഠിക്കാം. നമ്മളിങ്ങനെ അതൊരു ഹിന്ദി പഠിക്കൽ ഒരു അത്യാവശ്യമായിട്ട് മാറുന്ന സമയം വരെ കാത്തു നിൽക്കാതെ നേരത്തെ തന്നെ പഠിക്കുക. കാരണം ഹിന്ദി നമുക്ക് മാതൃഭാഷ പോലെയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തെക്കുറിച്ച് പുറമേയുള്ള ആളുകളുടെ വിചാരം ഇന്ത്യ ഹിന്ദി ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഹിന്ദി അറിയാമെന്ന് വിചാരിച്ചായിരിക്കും പുറമേയുള്ള ആൾക്കാരൊക്കെ നമ്മളെ ജോലിക്ക് വിളിക്കുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ബബ്ബ വെക്കുമ്പോൾ അവർ നമ്മളെന്ത് ചെയ്യും, നമ്മൾ ഈ MBAയും HR ഒക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ചെന്നിട്ട് പിന്നെ എന്താണ് ജോലി ചെയ്യുക, 10ാം ക്ലാസ്സുകാരൻ്റെ ചോട്ടിൽ അവനവിടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവൻ്റെ അടിയിൽ നമ്മൾ പണിയെടുക്കേണ്ടി വരും. അത്രയും വലിയ നാണക്കേട് ശോചാവസ്ഥ നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരില്ല. കാരണം നല്ല ഹൈ ക്വാളിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 10ാം ക്ലാസ്സുകാരൻ്റെയോ 8ാം ക്ലാസ്സുകാരൻ്റെയോ ഒക്കെ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര തന്നെയല്ല, അവൻ മേടിക്കുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും നിങ്ങൾക്ക് കിട്ടത്തുമില്ല. നിങ്ങൾ ഭാഷയൊക്കെ പഠിച്ച് നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള ആ കഴിവ് നേടിയെടുക്കുമ്പോൾ മാത്രം നിങ്ങൾക്ക് ശരിക്കുള്ള ശമ്പളം തന്ന് നിങ്ങൾ നല്ല സ്ഥാനത്തൊക്കെ ആക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹിന്ദി പഠിക്കാം. നമ്മൾ തുടരുവാണ്. അതാ വേ മജ്ദൂർ ഹേ വേ. ഇവിടെ വീണ്ടും നമ്മൾ വേ വന്നു. വേ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അർത്ഥം? അവർ അല്ലെങ്കിൽ അദ്ദേഹം, അതല്ലെങ്കിൽ അവ എന്നാണ്. ഇവിടെ അവർ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേ മജ്ദൂർ ഹേ. ഇത് നമുക്ക് മനസ്സിലാവും. എങ്ങനെ മനസ്സിലാവും? ഇത് കാണുമ്പോൾ മനസ്സിലാവും നമുക്ക്. മജ്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളിയാണ്, ലേബറേഴ്സാണ്, ലേബേഴ്സ്. അപ്പോൾ വേ അവർ, ആര്? തൊഴിലാളികൾ. ഹേ അവർ തൊഴിലാളികളാണ്, അവർ ലേബേഴ്സാണ്. ദേ ആർ ലേബേഴ്സ്. അവർ തൊഴിലാളികളാണ്. വേ മജ്ദൂർ ഹേ. ദേ ആർ വർക്കേഴ്സ്. ദേ ആർ ലേബേഴ്സ്, ദേ ആർ വർക്കേഴ്സ്. ഇത് രണ്ടും ഒരേ അർത്ഥം കേട്ടോ. ദേ ആർ വർക്കേഴ്സ് എന്ന് പറഞ്ഞാലും ലേബേഴ്സ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. ഇവിടെ ഇതാണ് നമ്മൾ കുത്തുള്ള ഹേ ആണ് ഉപയോഗിക്കുക. ഈ കുത്തിന് ഹിന്ദിയിൽ പറയുന്നത് ബിന്ദു എന്നാണ്. ഇത് സഹായക്രിയയാണ്. ഇതിൻ്റെ ഈ കുത്തിട്ടാൽ ഇതിന് പറയുന്നത് ബിന്ദു എന്നാണ് കുത്തിന് പറയുക. ഇത് വായിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വായിക്കുമ്പോൾ ഹേം തന്നെയാണ് വായിക്കുക. ഹേം എന്നൊന്നും പറയില്ല, ഹേം തന്നെ. ഇതൊക്കെ ഒരുപോലെയാണ് ഉച്ചരിക്കുക, പക്ഷെ നമ്മുടെ ഉള്ളിൽ വേണം ഇത് ഹേം ആണെന്ന് ഉള്ളിൽ വേണം. അപ്പോൾ ഇവിടെ ബഹുവചനം സബ്ജക്റ്റ് ബഹുവചനമായിട്ട് വന്നപ്പോൾ നമ്മൾ മജ്ദൂർ എന്ന് ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് സഹായക്രിയ ഹേം എന്ന് കേട്ടോ. സബ്ജക്റ്റ് വേ വന്നതുകൊണ്ടാണ് ഇവിടെ ഹേം എന്ന് ഉപയോഗിക്കുന്നത്. എന്നാലേ ശരിയാവുള്ളൂ. ഇനി നിങ്ങൾ തെറ്റായിട്ട് ഇതൊക്കെ മാറി ഉപയോഗിച്ചാലും അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. തെറ്റായിട്ട് ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ ശുദ്ധമായിട്ട് സംസാരിക്കണം, നല്ല ഭാഷ സംസാരിക്കണം, നന്നായി സംസാരിക്കണം, നന്നായിട്ട് ഹിന്ദി പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഓരോന്നും ശ്രദ്ധിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. വെക്കണോ, പോണോ, നിൽക്കണോ, നടക്കണോ, ഇത് ചെയ്യണോ, തിന്നണോ എന്നൊക്കെ ചോദിക്കില്ലേ? അങ്ങനെ നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെറുട്ടബിളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും പഠിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
ക്യാ മുझे अब उसे ഫോൺ करना चाहिए. ഞാൻ ഇപ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ ഫോൺ വിളിക്കണോ? നോ ഉണ്ടോ? നോ എന്നുള്ള അർത്ഥം വന്നു. ക്യാ മുझे अब उसे ഫോൺ करना चाहिए. ഇവിടെ മുझे എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. മുझे എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്നും എനിക്കും എന്നും അർത്ഥം വരുന്ന വാക്കുകളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കാം. എന്നെ അല്ലെങ്കിൽ എനിക്ക്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഞാൻ അഥവാ ഐ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന ഞാൻ എന്ന വാക്കിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ മേന്ന് എഴുതിയിട്ടുണ്ട്, ഐ എന്നും എഴുതിയിട്ടുണ്ട്. മുझे എന്നാണ് ഞാൻ സെൻറ്റൻസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മേ ഉപയോഗിച്ചാലും അതില്ല. ക്യാ മേ അബ് ഉസേ ഫോൺ കർണ ചാഹിയേ. ക്യാ മേ അബ് ഉസേ ഫോൺ കർണ ചാഹിയേ. ഞാനിപ്പോൾ അയാളെ ഫോണിൽ വിളിക്കണോ? ഞാൻ അയാളെ ഇപ്പോൾ ഫോണിൽ വിളിക്കണോ? ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഷുഡ് ഐ കോൾ ഹിം നൗ? ഷുഡ് ഐ കോൾ ഹിം നൗ? ഷുഡ് ഐ കോൾ ഹിം നൗ? ഞാനിപ്പോൾ അയാളെ വിളിക്കണോ? അയാളെ എന്ന് പറയുമ്പോൾ അവനെ അല്ലെങ്കിൽ അവളെ എന്ന് നമുക്ക് രണ്ടർത്ഥം കിട്ടും കേട്ടോ. ഞാൻ അവനെ ഇപ്പോൾ വിളിക്കണോ അതാണ് ചോദിച്ചത്. ഇനി ഈ അവനെ എന്നുള്ളിടത്ത് ഈ സാധനം കൊണ്ട് വെച്ചാൽ അവളെ ഇതാ അവളെ ഇപ്പോൾ വിളിക്കണോ എന്ന അർത്ഥം കിട്ടും കേട്ടോ. അപ്പോൾ അവനായാലും അവളായാലും ഹിന്ദിയിൽ എന്താ ഉപയോഗിക്കുക? ഹിന്ദിയിൽ ഉസേ എന്നാണ് ഉപയോഗിക്കുക. അവനെ എന്നുള്ളവരും അവളെ എന്നുള്ളവരും. ഇംഗ്ലീഷിലാണെങ്കിൽ അത് ഹിം എന്നും ഹെർ എന്നും ഒക്കെ ഉപയോഗിക്കും അല്ലേ? ഹിം എന്നും ഹെർ എന്നും മാറി ഉപയോഗിക്കും. പക്ഷേ ഹിന്ദിയിൽ അവനെന്നും അവളെന്നും പറയാൻ അത് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഏത്? ഈ ഉസേ എന്നുള്ളതാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ബഹുവചനം നമ്മൾ പിന്നെ പഠിക്കും. ഇപ്പോൾ അവൻ അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനമാണ്. അതൊരു പ്രൊനൗണാണ്. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സർവനാമം എന്ന് പറയും അല്ലേ? ഗ്രാമറിൻ്റെ ഭാഷയിൽ സർവനാമം എന്ന് പറയും. ഹിന്ദിയിലാണെങ്കിൽ സർവനാം എന്ന് പറയും. ഇംഗ്ലീഷിൽ പ്രൊനൗൺ എന്ന് പറയും. അപ്പോൾ ഈ ഉസേ എന്ന് പറയുന്നത് പ്രൊനൗണാണ്. അത് നമ്മൾ ആദ്യം ആരെക്കുറിച്ചാണോ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ വ്യക്തിയെ ഓർമ്മിപ്പിക്കാനാണ് ഇത് പകരം ഉപയോഗിക്കുന്നത്. എപ്പോഴും തങ്കച്ചനോ തോമാച്ചനോ പറയുമ്പോൾ ബോറടിക്കും. അതിന് പകരം അത് ഒരു പ്രാവശ്യം തോമാച്ചൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞെങ്കിൽ പിന്നീട് തോമാച്ചനെ കുറിച്ച് പറയുമ്പോൾ ഉസേ എന്നിങ്ങനെ ആവർത്തിച്ചാൽ മതി നമുക്ക്. അപ്പോൾ എല്ലാം തോമാച്ചനാണെന്ന് നമ്മൾ മനസ്സിലാക്കും, കേൾക്കുന്നവർ മനസ്സിലാക്കും. അപ്പോൾ ഇനി അത് നാടൻ രീതിയിൽ, അതായത് ഇൻഫോർമലായിട്ട് നമ്മൾ അവരെ നമുക്ക് ഇതേ കാര്യം തന്നെ ചോദിക്കണം. എങ്ങനെയാ? മേ അഭി കോൾ കറൂസേ, മേ അഭി കോൾ കറൂസേ. ഞാനിപ്പോൾ അവരെ വിളിക്കട്ടെ. മേ അഭി കോൾ കറൂസേ. മേ അഭി കോൾ കർനായേ ഉസേ, മേ അഭി ഉസേ കോൾ കർനായേ. ഞാനിപ്പോൾ അയാളെ വിളിക്കണോ എന്ന്. അപ്പോൾ ഞാൻ വിളിക്കട്ടെ എന്ന് ചോദിക്കാൻ, വിളിക്കണോ എന്ന് ചോദിക്കാൻ ചെറിയ വ്യത്യാസമുള്ളൂ. കറൂം കറൂം എന്ന് പറഞ്ഞാൽ ചെയ്യട്ടെ. ബുലാവും എന്ന് ചോദിച്ചാൽ വിളിക്കട്ടെ എന്നാണ് അർത്ഥം. എന്നാൽ കർണാ ചാഹിയേ, കർണാ ചാഹിയേ എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്നർത്ഥം വരും. കർണാ ചാഹിയേ ക്യാ എന്ന് ചോദിച്ചാൽ ചെയ്യണോ. ബുലാവും ക്യാ എന്ന് ചോദിച്ചാൽ വിളിക്കണോ എന്നർത്ഥം വരും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോദ്യം, ഒരു പ്രസ്താവന ചോദ്യമാക്കാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ കൊണ്ട് ക്യാ എന്ന് വെച്ചു അല്ലേ? ആദ്യം ഇത് ഇനി അവസാനം കൊണ്ടിട്ടാലും ചാഹിയേ ക്യാ, ഈ ക്യാ ഇവിടെ നിന്ന് ഒഴിവാക്കിട്ടോ. മുझे अब उसे ഫോൺ കർണ ചാഹിയേ ക്യാ, ഇവിടെ കൊണ്ട് ക്യാ ഇട്ടാലും ചോദ്യമായി. അപ്പോൾ ഈ ചോദ്യചിഹ്നം, ചോദ്യവാക്യം ആദ്യം അല്ലെങ്കിൽ അവസാനം ഇട്ടാൽ നമുക്കത് ചോദ്യമാക്കാൻ പറ്റും. ഇനി ഈ ചോദ്യവാക്യം ഇല്ലാതെ പറഞ്ഞാലോ? മുझे अब उसे ഫോൺ കർണ ചാഹിയേ, എനിക്കിപ്പോൾ അയാളെ ഫോൺ ചെയ്യണം എന്നർത്ഥം വരും. ഏത്? ചോദ്യചിഹ്നം ഇല്ലെങ്കിൽ എന്താ വരിക? എനിക്കിപ്പോൾ അയാളെ ഫോൺ ചെയ്യണം, എനിക്ക് അവളെ വിളിക്കണം, അല്ലെങ്കിൽ എനിക്ക് അവനെ വിളിക്കണം എന്നുള്ള അർത്ഥം വരും. ഇത് ചോദ്യമാക്കുന്നത് എങ്ങനെയാണ്? ആദ്യമോ അല്ലെങ്കിൽ വാചകത്തിൻ്റെ അവസാനമോ ക്യാ എന്ന ചോദ്യവാക്യം കൊണ്ടിടുമ്പോഴാണ് കേട്ടോ. നമ്മൾ അവൾക്ക് വേണ്ടി കാത്തിരിക്കണോ അല്ലെങ്കിൽ നമ്മൾ അവന് വേണ്ടി കാത്തിരിക്കണോ എന്ന് രണ്ടും അർത്ഥത്തിലും ചോദിക്കാൻ ഒരൊറ്റ സെൻറ്റൻസ് മതി. നമ്മൾ അവന് വേണ്ടി കാത്തിരിക്കണോ നമ്മൾ അവൾക്ക് വേണ്ടി കാത്തിരിക്കണോ എന്ന് ചോദിക്കാൻ ഒറ്റ സെൻറ്റൻസ് മതി. അതെന്താണ് ആ സെൻറ്റൻസ്? അത് നമുക്ക് പഠിക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ
ഷുഡ് വി വെയിറ്റ് ഫോർ ഹിം എന്ന് ചോദിച്ചാൽ അവനെ കാത്തിരിക്കണം, നമ്മൾ അവനെ കാത്തിരിക്കണം എന്നർത്ഥം പറയും. എന്നാൽ ഹിന്ദിയിൽ അങ്ങനെയല്ല. ഹിന്ദിയിൽ എന്താണ്? ക്യാ ഹമേ ഉസ്കാ ഇന്തജാർ കർണ ചാഹിയേ. ക്യാ ഹമേ എന്ന് പറഞ്ഞാൽ നമ്മൾ, ഉസ്ക അവനെ അല്ലെങ്കിൽ അവളെ, ഇന്തജാർ കർണ ചാഹിയേ കാത്തിരിക്കണോ. എന്തുകൊണ്ടാണ് കാത്തിരിക്കണോ എന്നുള്ള ക്യാ എന്നുള്ളത് ആദ്യം വന്നതുകൊണ്ടാണ് കാത്തിരിക്കണമെന്ന് വെച്ചാൽ. അതല്ല ഇതിൻ്റെ അവസാനം ക്യാ ഇവിടുന്ന് വിട്ടിട്ട് വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഹമേ ഉസ്ക ഇന്തജാർ കർണ ചാഹിയേ ക്യാ, ഇവിടെ ഒരു ക്യാ ഇട്ടാൽ മതി. ഹമേ ക്യാ ഇവിടുന്ന് ഒഴിവാക്കി വന്നിട്ട് ഹമേ ഉസ്ക ഇന്തജാർ കർണ ചാഹിയേ ക്യാ, ഇവിടെ ക്യാ വെച്ചു. അപ്പോൾ എന്തായി? നാം അവൾക്കായി കാത്തിരിക്കണോ അല്ലെങ്കിൽ അവന് വേണ്ടി കാത്തിരിക്കണോ? അവൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടോ, അവന് വേണ്ടി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി കേട്ടോ. ഇവിടെ അവൾക്കായി അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി, അവന് വേണ്ടി കാത്തിരിക്കണോ എന്ന ചോദ്യം വരും. അപ്പോൾ ചോദ്യം അല്ലാതെ അതിന് ആൻസർ ആണെങ്കിലോ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഹമേ ഉസ്ക ഇന്തജാർ കർണ ചാഹിയേ, ഹമേ ഉസ്ക ഇന്തജാർ കർണ ചാഹിയേ. നമ്മൾ അവരെ കാത്തിരിക്കണം, നമ്മളവർ കാത്തിരിക്കണം, നമ്മൾ അവളെ കാത്തിരിക്കണം, നമ്മൾ അവനെ കാത്തിരിക്കണം എന്ന് പറയാനാണ് ഈ വാക്ക് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അവരെ എന്ന് പറയണമെങ്കിലോ ഈ ഉസ്ക എന്നുള്ളത് മാറ്റിയിട്ട് ഉന്നെ എന്ന് ചേർത്താൽ അവർക്കായി കാത്തിരിക്കണം എന്നർത്ഥം വരും. ഉസ്ക എന്നുള്ളത് മാറ്റിയിട്ട് ഉന്നെ. ഇപ്പോൾ നോക്കൂ, ഉസ്ക എന്നുള്ളതിന് പകരം ഉന്നെ എന്ന് പറഞ്ഞാൽ അവരെ എന്നർത്ഥം കിട്ടും. ഉസ്ക എന്ന് പറയുമ്പോൾ ഏകവചനാണ്, അവന് അല്ലെങ്കിൽ അവളെ എന്നർത്ഥം വരിക. ഉന്നെ എന്ന് പറഞ്ഞാൽ അവരെ എന്നർത്ഥം വരും. അപ്പോൾ ഇത് ബഹുവചനാവും. ഓക്കെ, അപ്പോൾ ഈ ഇന്തജാർ കർണ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കലാണ്. ചിലപ്പോൾ നമ്മൾ ചില ശൈലി അനുസരിച്ച് ചിലർ ഇംഗ്ലീഷ് വാക്കുകൾ ഇടയ്ക്ക് തിരുകുന്നതുകൊണ്ട് വെയിറ്റ് കർണ ചാഹിയെ എന്ന് വേണമെങ്കിലും പറയാം, വെയിറ്റ് കർണ ചാഹിയെ. ഇനി അതല്ലാതെ വേറൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് ഹിന്ദിയിൽ. ആ വാക്ക് ഇതാണ്, ബാട്ട് ജോഹന. ബാട്ട് ജോഹന ക്യാ ഹം ഉസെ അല്ലെങ്കിൽ ഹം ഉന്നെ ബാട്ട് ജോഹന ചാഹിയെ. ക്യാ ഹം ഉന്നെ ബാട്ട് ജോഹന ചാഹിയെ, നാം അവരെ കാത്തിരിക്കണോ. ബാട്ട് ജോഹന എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഇന്തജാർ കർണ എന്നാണ് അർത്ഥം. ബാട്ട് ജോഹന. ഷുഡ് വി വെയിറ്റ് ഫോർ ഹെർ, അവളെ കാത്തിരിക്കണോ. ഷുഡ് വി വെയിറ്റ് ഫോർ ഹെർ, അവളെ കാത്തിരിക്കണോ. അല്ലെങ്കിൽ ഷുഡ് വി വെയിറ്റ് ഫോർ ഹിം, ഷുഡ് വി വെയിറ്റ് ഫോർ ഹിം. ഹിം അവനെ കാത്തിരിക്കണോ, അവനെ കാത്തിരിക്കണോ, അവളെ കാത്തിരിക്കണോ എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് രണ്ട് തരത്തിലും ചോദിക്കണം. എന്നാൽ ഹിന്ദിയിൽ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി. എന്നാൽ അവരെ എന്നുള്ളതിന് ഇവിടെ ഉന്നെ എന്ന് ചേർക്കണം. ഉന്നെ എന്ന് ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇംഗ്ലീഷിൽ ഉന്നെ എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വരുമ്പോൾ ദം എന്നാണ് വരിക, ദം. അപ്പോൾ നമുക്ക് ഏകവചനത്തിൽ ഉസ്ക എന്നും ബഹുവചനത്തിൽ ഉന്നെ എന്നും നമ്മൾ കണ്ടു. ഇംഗ്ലീഷിലാണെങ്കിൽ അത് ഹെർ എന്നും ഹിം എന്നും മാറി മാറി ഉപയോഗിക്കാനും നമ്മൾ മനസ്സിലാക്കി. അവൻ മാനേജറോട് സംസാരിക്കണോ, അവനെ മാനേജറോട് സംസാരിക്കാൻ വിടണോ, അല്ലെങ്കിൽ അവളെ മാനേജറോട് സംസാരിക്കാൻ അനുവദിക്കണോ, അല്ലെങ്കിൽ മാനേജറോട് സംസാരിക്കാൻ വിടണോ, അല്ലെങ്കിൽ അവൾ മാനേജറോട് സംസാരിക്കട്ടല്ലേ, അല്ലെങ്കിൽ അവൻ മാനേജറോട് സംസാരിക്കട്ടല്ലേ, എങ്ങനെ നമ്മളത് പറയാം? ഷുഡ് ഹി സ്പീക്ക് ടു ദ മാനേജർ എന്ന് ചോദിച്ചാൽ അവൻ മാനേജറോട് സംസാരിക്കട്ടല്ലേ എന്ന്. അത് ഷുഡ് ഷീ സ്പീക്ക് ടു ദ മാനേജർ എന്ന് പറയാം. ഷുഡ് ഷീ സ്പീക്ക് ടു ദ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ മാനേജറോട് സംസാരിക്കട്ടല്ലേ എന്നൊരു അർത്ഥം. എന്നാൽ ഹിന്ദിയിൽ ക്യാ ഉസേ പ്രബന്ധക സേ ബാത് കർണി ചാഹിയേ, ക്യാ ഉസേ പ്രബന്ധക സേ ബാത് കർണി ചാഹിയേ. പ്രബന്ധകൻ എന്ന് പറഞ്ഞാൽ പ്രബന്ധകൻ എന്ന് പറഞ്ഞാൽ മാനേജർ. പ്രബന്ധക സേ മാനേജരോട്, പ്രബന്ധക സേ മാനേജരോട്. ക്യാ ഉസേ പ്രബന്ധക സേ ബാത് കർണി ചാഹിയേ, അവൻ മാനേജറോട് സംസാരിക്കട്ടെ അല്ലേ, അല്ലെങ്കിൽ അവൾ മാനേജറോട് സംസാരിക്കട്ടെ അല്ലേ. ഇവിടെ നമ്മൾ ഉസേ എന്നാണ് വെച്ചത് അല്ലേ, ഉസേ വാക്കാണ് ഉപയോഗിച്ചത്. മാനേജർ സെ ബാത് കർണേ ദോ, ഓ മാനേജർ സെ ബാത് കർണേ ദോ. ഇപ്പോൾ നമുക്ക് ഇൻഫോർമലായിട്ട് അങ്ങനെ പറയണമെങ്കിൽ, നാടൻ രീതിയിൽ പറയണമെങ്കിൽ ഓ മാനേജർ സെ ബാത് കർണേ ദോ. അവൾ അല്ലെങ്കിൽ അവൻ. ഓ എന്ന് പറയുമ്പോൾ രണ്ടും വരാം, അവൻ അല്ലെങ്കിൽ അവൾ എന്ന് പറയാം. അപ്പോൾ ഓ മാനേജർ സെ ബാത് കർണേ ദോ, ഓ മാനേജർ സെ ബാത് കർണേ ദോ, അവരും മാനേജറോട് സംസാരിക്കട്ടെ അല്ലേ, അങ്ങനെ പറയാം.
എന്ന് പറഞ്ഞ് ഇത്രയും ചുറ്റിക്കെട്ടാതെ നമുക്ക് പറയാം. പക്ഷേ ചുറ്റിക്കെട്ടി പറയുന്നത് എന്താണ്? അത് ഫോർമലാണ്, ഒഫീഷ്യലാണ്. ഈ ചുറ്റിക്കെട്ടാതെ നേരെ പറയുന്നത് എന്താണ്? സാധാരണ സംസാര ഭാഷയാണ്. അപ്പോൾ ഈ സംസാര ഭാഷയ്ക്ക് എന്തില്ല? സംസാര ഭാഷയ്ക്ക് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. ആശയം കൺവേ ചെയ്താൽ മതി. നമുക്കൊരാളോടൊരു കാര്യം പറയാനുണ്ട്, ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം. അവിടെ ഗ്രാമറില്ല, ഗ്രാമറിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് എന്നോട് പറയാനുള്ള അയാൾ പറയും. അതിന് ഗ്രാമർ വേണ്ട, പൂർണ്ണമായ സെൻറ്റൻസും വേണ്ട, കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്താൽ മതി. പക്ഷേ ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോൾ ആ സെൻറ്റൻസ് ഫുള്ളായിട്ട് പറയണം, അത് ഗ്രാമാറ്റിക്കലി ക്ലിയർ ആയിരിക്കണം, ശുദ്ധമായിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് രണ്ട് തരത്തിലും പഠിച്ചു വെച്ചാലോ ആവശ്യമുള്ളിടത്ത് നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഓ മാനേജേഴ്സ് ബാത് കർണേ ദോ നാ, ഓ മാനേജേഴ്സ് ബാത് കർണേ ദോ നാ. അവൻ മാനേജറോട് സംസാരിക്കട്ടല്ലേ, അവൾ മാനേജറോട് സംസാരിക്കട്ടല്ലേ. ഇത് രണ്ടിനും ഒറ്റ വാക്ക് മതി. എന്താണ്? ഓ മാനേജേഴ്സ് ബാത് കർണേ ദോ, ഓ മാനേജേഴ്സ് ബാത് കർണേ ദോ നാ. ആ നാ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നല്ലത്. ഓ മാനേജേഴ്സ് ബാത് കർണേ ദോ നാ, അവർ മാനേജറോട് സംസാരിക്കട്ടല്ലേ. ഷുഡ് ഹി സ്പീക്ക് ടു ദ മാനേജർ, ഷുഡ് ഹി സ്പീക്ക് ടു ദ മാനേജർ, ഷുഡ് ഹി സ്പീക്ക് ടു ദ മാനേജർ, ഷുഡ് ഷീ സ്പീക്ക് ടു ദ മാനേജർ, ഷുഡ് ഷീ സ്പീക്ക് ടു ദ മാനേജർ. അവൾ മാനേജറോട് സംസാരിക്കട്ടെ അല്ലെങ്കിൽ അവൻ മാനേജറോട് സംസാരിക്കട്ടെ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ രണ്ട് തരത്തിൽ പറയണം, മലയാളത്തിലാവുമ്പോഴും രണ്ട് തരത്തിൽ പറയണം. പക്ഷേ ഹിന്ദിയിൽ ഒറ്റ സെൻറ്റൻസ് മതി. നല്ല അടിപൊളിയായിട്ട് വാട്സപ്പ് ക്ലാസ് ഞാൻ പഠിപ്പിച്ചുതരാം. ഈ ബോർഡിലുള്ള നമ്പറിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ അയച്ചു തരാം. ഈ ഒരു വാക്ക് കണ്ടോ, സക്ത എന്നാണ് ഇത് വായിക്കാം. സക്ത, ഈ സക്ത എന്ന വാക്കിന് സാധിക്കും എന്നാണ് അർത്ഥം. ഈ വാക്ക് എപ്രകാരമല്ല ഉപയോഗിക്കാമെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഇത് പുല്ലിംഗം ഏകവചനമാണ്. എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണ് ഈ സക്ത എന്ന് പറയുക. അത് സ്ത്രീകൾ പറയുമ്പോൾ ശക്തി എന്നാണ് പറയുക. ശക്തി സാധിക്കുമെന്ന് തന്നെയാണ് അർത്ഥം. ഒരേ അർത്ഥം ഇവിടെ. സക്ത പുല്ലിംഗം, ശക്തി സ്ത്രീലിംഗം. ഏകവചനാണ് സക്ത, ഏകവചനം പുല്ലിംഗം. ശക്തി ഏകവചനം സ്ത്രീലിംഗം. സക്ത, ശക്തി. നമുക്ക് എല്ലാ തുറയിലുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ഇത് ഹിന്ദി മലയാളത്തിൻ്റെ സഹായം ഇല്ലാതെ പറയാൻ അറിയുന്നവരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. മുഴുവൻ സെൻറ്റൻസ് ഇങ്ങനെയാണ് വരിക. മേ കർ സക്താഹും, മേ കർ സക്താഹും. ഇത് പുല്ലിംഗ ഏകവചനമാണ്, പുരുഷന്മാർ പറയുന്ന രീതിയാണ്. മേ കർ സക്താഹും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അർത്ഥം എനിക്ക് സാധിക്കും. മേ കർ സക്താഹും, എനിക്ക് സാധിക്കും. പുരുഷന്മാർ പറയുന്ന രീതിയാണ്. എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് അർത്ഥം. എനിക്ക് ചെയ്യാൻ സാധിക്കും. ചെയ്യാൻ, കർ, കർ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ്. അപ്പോൾ മേ കർ സക്താഹു എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് സാധിക്കും, എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പൂർണ്ണ അർത്ഥം. ഇത് മലയാളത്തിൽ നമുക്ക് വായിക്കാൻ മേ കർ സക്താഹും, മേ കർ സക്താഹും. എനിക്ക് ചെയ്യാൻ സാധിക്കും, എനിക്ക് ചെയ്യാൻ സാധിക്കും. അത് പുല്ലിംഗം ഏകവചനം. ഈ മേ എന്ന് പറയുന്ന സമയത്ത്, തുടങ്ങുന്ന സമയത്താണ് ഇവിടെ ഹും എന്ന് നമ്മൾ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ അത് ഓർത്തിരുന്നാൽ മതി. പുല്ലിംഗമാണ്, ഏകവചനമാണ്. മേ എന്ന് പറയുമ്പോൾ മാത്രമേ ഹും എന്ന് ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ. അത് ഓർത്തിരിക്കണേ. മേ കർ സക്തി ഹും, മേ കർ സക്തി ഹും. ആദ്യം നമ്മൾ പഠിച്ചത് മേ കർ സക്താഹു എന്നാണ്. അത് പുരുഷന്മാർ പറയുന്നതാണ്, ഏകവചനാണ്, പുല്ലിംഗമാണ്. ഇത് മേ കർ സക്തി ഹും, എനിക്ക് സാധിക്കും. ഇത് സ്ത്രീ പറയുന്ന രീതിയാണ്, സ്ത്രീലിംഗമാണ്, ഏകവചനാണ്. സക്തി ഹും, മേ എന്ന് തുടങ്ങി ഹും എന്ന് അവസാനിപ്പിക്കുന്നു. മേ കർ സക്തി ഹും. മേ എന്ന് പറഞ്ഞാൽ ഞാൻ, കർ എന്ന് പറഞ്ഞാൽ ചെയ്യുക, ശക്തി എന്ന് പറഞ്ഞാൽ സാധ്യത. മേ കർ സക്തി ഹും, എനിക്ക് ചെയ്യാൻ സാധിക്കും. ദാ, എനിക്ക് ചെയ്യാൻ സാധിക്കും. ദാ, മേ കർ സക്തി ഹും, മേ കർ സക്തി ഹും, എനിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സ്ത്രീ ഇങ്ങനെ പറയും. അപ്പോൾ പുരുഷന് പറയാനും സ്ത്രീക്ക് പറയാനും ഹിന്ദിയിൽ വേറെ വേറെ വാക്കുകളാണ്. പക്ഷേ മലയാളത്തിൽ അങ്ങനെ ഇല്ല. മലയാളത്തിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പുരുഷൻ പറഞ്ഞാലും സ്ത്രീ പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. പക്ഷേ ഹിന്ദിയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. എന്നാൽ നമ്മൾ പറയുന്ന ആൾ ഒന്നിലധികം ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നിലധികം ഉണ്ടെങ്കിൽ പറയുന്ന ആൾക്കാർ, നമ്മൾ രണ്ട് പേര് കൂടിയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ കൂടിയാണ് പറയുന്നതെങ്കിൽ ഹം കർ സക്തേ ഹേ, ഹം കർ സക്തേ ഹേ,
ഇവിടെ ഈ ഹായുടെ മുകളിലൊരു കുത്തുണ്ട്. ഇതാണ് ബഹുവചനത്തിന് വരുന്നത്. അപ്പോൾ ഇവിടെ ഹം എന്ന് വന്നു, ഒന്നിലധികം ആൾക്കാരുണ്ട്, നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഹേം എന്ന് വന്നു, ഹം ഹേ കർ സക്തേ ഹേ. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഒരു വരം, ഈ ഒന്നിലധികം ആൾക്കാരുണ്ടാകുമ്പോൾ സക്ത എന്നുള്ള വര ഇപ്പുറത്ത് വരുന്നതിന് പകരം മുകളിലേക്ക് കയറിയത്. ആ വര ഇവിടെ വരയില്ല, ആ വര മുകളിലേക്ക് കയറി. സക്തേ സക്തേ സക്തേ, ആ ഏകാരം വന്നു. ഹം കർ സക്തേ ഹേ, ഹം കർ സക്തേ ഹേ. ഹേം ഹേം എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ സംസാരിക്കുമ്പോൾ ഹേം എന്നൊന്നും പറയാറില്ല. ഹേം അണ്ടർസ്റ്റുഡാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഹേം എന്ന് തന്നെയാണ് പറയുക. അതിന് ഹേം ഇങ്ങനെ ഒരു സൗണ്ടും വരും. ഹേം എന്നുള്ളൊരു ഹേം ഇങ്ങനെയുള്ളൊരു സൗണ്ട് വരും. അപ്പോൾ ചുണ്ട് കൂട്ടിമുട്ടാറില്ല. അപ്പോൾ എന്താണ്, നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് ചെയ്യാൻ സാധിക്കും, നമുക്ക് ചെയ്യാം. ഹം കർ സക്തേ ഹേ, ഹം കർ സക്തേ ഹേ, നമുക്ക് ചെയ്യാൻ സാധിക്കും. ചെയ്യാൻ സാധിക്കുമോ എന്നാക്കാനായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ക്യാ മാത്രം കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. അപ്പം മേ കർ സക്തി ഹൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്യാ മുന്നിൽ വെച്ചു. അപ്പോൾ എന്തായി, എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള അർത്ഥം വന്നു. ഇത് സ്ത്രീലിംഗം ഏകവചനമാണ്. ക്യാ മേ കർ സക്താ ഹൂം, ക്യാ മേ കർ സക്താ ഹൂം. ഇത് ഏകവചനം പുല്ലിംഗം ഏകവചനമാണ്. പുല്ലിംഗം ഏകവചനം എന്താണ്, എനിക്ക് ചെയ്യാൻ പറ്റുമോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് മലയാളത്തിൽ ചോദിക്കാൻ നമുക്കിങ്ങനെ വ്യത്യാസങ്ങളില്ല. പക്ഷേ ഹിന്ദിയിൽ മേ കർ സക്താ ഹൂം, എനിക്ക് ചെയ്യാൻ പറ്റും. ക്യാ മേ കർ സക്താ ഹൂം, എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പുരുഷന്മാർ ചോദിക്കേണ്ട രീതിയാണ്. ആൺകുട്ടികളും പുരുഷന്മാരും ചോദിക്കേണ്ട രീതി ഇങ്ങനെയാണ് ഹിന്ദിയിൽ. ഒന്നിലധികം പേര് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കാൻ നോക്കുക. ക്യാ മേ കർ സക്താ ഹൂം, ക്യാ മേ കർ സക്താ ഹൂം, എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് ചെയ്യാൻ സാധിക്കുമോ. ഇതാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുമോ. അപ്പോൾ എന്നോടൊരാൾ കാര്യം പറയുകയാണ്. അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ക്യാ മേ കർ സക്താ ഹൂം, ക്യാ മേ കർ സക്താ ഹൂം, എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, എനിക്ക് സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അത് സ്ത്രീ ചോദിക്കുമ്പോൾ ക്യാ മേ കർ സക്തി ഹൂം, ക്യാ മേ കർ സക്തി ഹൂം, എനിക്ക് ചെയ്യാൻ സാധിക്കുമോ. അത് ഒന്നിലധികം പേര് കൂടി ചോദിക്കുകയാണെങ്കിൽ ക്യാ ഹം കർ സക്തേ ഹേ, ക്യാ ഹം കർ സക്തേ ഹേ, നമുക്ക് ചെയ്യാൻ സാധിക്കുമോ. ബഹുവചനം ചോദിക്കുമ്പോൾ അങ്ങനെയാണ് നമുക്ക് ചോദിക്കുക. ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുക. ഇതിൻ്റെ നെഗറ്റീവ് പദങ്ങൾ നമുക്ക് നോക്കാം. സാധിക്കില്ല എന്ന് പറയാൻ എങ്ങനെയാണ് പറയുക, നഹി സക്ത, നഹി സക്ത സാധിക്കില്ല, നഹി സക്ത സാധിക്കില്ല. നഹി കർ സക്ത ചെയ്യാൻ പറ്റില്ല, നഹി കർ സക്ത ചെയ്യാൻ പറ്റില്ല. നഹി കർ സക്തി ചെയ്യാൻ പറ്റില്ല, സ്ത്രീലിംഗം ഏകവചനം. നഹി സക്തേ ചെയ്യാൻ പറ്റില്ല, ബഹുവചനം. നൈ കർ സക്തേ ചെയ്യാൻ പറ്റില്ല, ബഹുവചനം. നൈ കർ സക്തേ. നൈ സക്ത ചെയ്യാൻ പറ്റില്ല, നൈ സക്തി ചെയ്യാൻ പറ്റില്ല, സ്ത്രീലിംഗം ഏകവചനം. നൈ സക്തേ ബഹുവചനം ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി അത് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കാൻ നമുക്ക് എങ്ങനെ ചോദിക്കാം. നൈ സക്ത ക്യാ, നൈ സക്ത ക്യാ, നൈ സക്ത ക്യാ, നൈ സക്തി ക്യാ, നൈ സക്തേ ക്യാ. പറ്റില്ലേ, ചെയ്യാൻ പറ്റില്ലേ എങ്ങനെ ചോദിക്കും. ഏകവചന പുല്ലിംഗം. പുരുഷൻ ചോദിക്കുമ്പോൾ നൈ സക്ത ക്യാ, സ്ത്രീ ചോദിക്കുമ്പോൾ നൈ സക്തി ക്യാ. ഇനി ബഹുവചനമായിട്ട് ചോദിക്കുമ്പോൾ നൈ സക്തേ ക്യാ. അപ്പോൾ ചോദിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കാൻ, നിങ്ങൾക്ക് പറ്റില്ലേ, പറ്റില്ലേ, സാധിക്കില്ലേ എന്ന് ചോദിക്കാൻ. നഹി സക്ത, നഹി സക്ത ക്യാ, നഹി സക്ത ക്യാ, പറ്റില്ലേ, സാധിക്കില്ലേ. ഏകവചനം പുല്ലിംഗം. നഹി സക്തി ക്യാ, നഹി സക്തി ക്യാ ഏകവചനം സ്ത്രീലിംഗം. നഹി സക്തേ ക്യാ, നഹി സക്തേ ക്യാ ഇത് ബഹുവചനം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറ്റില്ലേ, സാധിക്കില്ലേ എന്ന് ചോദിക്കാൻ ഇപ്രകാരം നമുക്ക് ചോദിക്കാം. ക്യാ മേ കർ സക്താ ഹൂം, എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത്. എനിക്ക് ചെയ്യാൻ സാധിക്കുമോ. എന്നാൽ ഈ ക്യാ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമുക്ക് മേ കർ സക്താ ഹൂം, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നർത്ഥം കിട്ടി. അതേപോലെ ഇത് മേ കർ സക്തി ഹൂം സ്ത്രീലിംഗം, എനിക്ക് ചെയ്യാൻ, ക്യാ മേ കർ സക്തി ഹൂം എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് സ്ത്രീ ചോദിക്കുകയാണ്.
അത് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയാനായിട്ട് നമ്മൾ എന്ത് വേണം? ഈ ക്യാ നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് എന്താക്കി? ഇവിടെ മേ കർ സക്തി ഹും എന്നർത്ഥം, എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് അർത്ഥം കിട്ടി. അതേപോലെ ഇവിടെ നമ്മൾ ക്യാ ക്യാ ഹം കർ സക്തേ ഹേ, ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. ഇത് നമ്മൾ ഇവിടുന്ന് മാറ്റി, അവിടുന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ ഹം കർ സക്തേ ഹേ, നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് അർത്ഥം കിട്ടി. നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന അർത്ഥം കിട്ടി കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. മേ കർ സക്താ ഹും, എനിക്ക് ചെയ്യാൻ സാധിക്കും. മേ കർ സക്താ ഹും, എനിക്ക് ചെയ്യാൻ സാധിക്കും. മേ കർ സക്തി ഹും, എനിക്ക് ചെയ്യാൻ സാധിക്കും സ്ത്രീലിംഗം. ഹം കർ സക്തേ ഹേ, നമുക്ക് ചെയ്യാൻ സാധിക്കും, അത് ബഹുവചനം. സക്താ ക്യാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധിക്കുമോ എന്നാണ്. സക്താ ക്യാ സാധിക്കുമോ, സക്തി ക്യാ സാധിക്കുമോ, സക്തേ ക്യാ സാധിക്കുമോ. എന്നാൽ സക്താ ഹേ എന്ന് പറഞ്ഞാലോ സാധിക്കും എന്നർത്ഥം. മേ കർ സക്താ ഹും, നമ്മൾ നേരത്തെ ഹിന്ദിയിൽ എഴുതി പഠിച്ചു. മേ കർ സക്താ ഹും, എനിക്ക് സാധിക്കും, അത് ഏകവചനം പുല്ലിംഗം. മേ കർ സക്തി ഹും, എനിക്ക് സാധിക്കും, സ്ത്രീലിംഗം ഏകവചനം. ഹം കർ സക്തേ ഹേ, നമുക്ക് സാധിക്കും, ബഹുവചനം. സക്ത എന്ന് പറഞ്ഞാൽ സാധിക്കും, ശക്തി എന്ന് പറഞ്ഞാൽ സാധിക്കും, സക്ത എന്ന് പറഞ്ഞാലും സാധിക്കും. മൂന്നിനത്തിൻ്റെ അർത്ഥം ഒന്നാണ്. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാലും അത് അർത്ഥവ്യത്യാസമൊന്നും വരില്ല. ഓക്കെ, ഇങ്ങനെ കണ്ടാൽ ഇതിലേതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോയാൽ സക്ത, സക്ത, ശക്തി, സക്തേ, ഇതെല്ലാം ഒരേ അർത്ഥമാണ്. പക്ഷെ ഇത് മാറി ഉപയോഗിക്കേണ്ടാത്ത മാറി ഉപയോഗിച്ചാൽ അർത്ഥ വ്യത്യാസം ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. എപ്പോഴും നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന ചില കൊച്ചു പദങ്ങളാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി നമുക്ക് പഠിക്കാനായിട്ട്. നമ്മൾ പറയുക മാത്രമല്ല, നമ്മളോട് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വാക്കുകളാണ്. അവ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഗൾഫിൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അറബി ജോലി അന്വേഷിച്ച് ചെന്ന വ്യക്തിയോട് ചോദിച്ചു, അബി ക്യാ കർത്താ ഹേ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ നല്ല വെളുത്തായിരുന്നു, ഇവിടെ വന്നിട്ട് കറുത്തു പോയതാണെന്ന്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീയോട്, ഒരു യുവതിയോട് അറബി ചോദിച്ചു, ക്യാ കർത്തി ഹേ, അബി ക്യാ കർത്തി ഹേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, കർത്തി എന്നൊക്കെ എന്നെ കൂട്ടുകാർ ചുമ്മാ കളിയാക്കി വിളിക്കണം, എൻ്റെ ശരിക്കുള്ള പേര് മുഴുവൻ പേര് കാർത്തിക എന്നാണെന്ന്. ക്യാ കർത്താ ഹേ, ക്യാ കർത്താ ഹേ, എന്ത് ചെയ്യുന്നു. ക്യാ കർത്താ ഹേ, എന്ത് ചെയ്യുന്നു. ഇത് പുരുഷൻ, ഒരു പുരുഷൻ ഒരാളോട് ചോദിക്കുന്ന രീതിയാണ്. ക്യാ കർത്താ ഹേ, എന്ത് ചെയ്യുന്നു. ഇത് നമ്മുടെ മലയാളികൾക്ക് കൺഫ്യൂഷൻ ആകേണ്ട കാര്യം എന്ന് വെച്ചാൽ, മലയാളത്തിൽ സ്ത്രീ ചോദിച്ചാലും പുരുഷൻ ചോദിച്ചാലും ഒരേപോലെയാണ്. പക്ഷേ ഹിന്ദിയിൽ അങ്ങനെയല്ല, രണ്ട് തരത്തിലാണ്. സ്ത്രീ ചോദിക്കുന്ന ഒരു തരത്തിലാണ്, പുരുഷൻ ചോദിക്കുന്നത് വേറെ തരത്തിലാണ്. എങ്ങനെയാണ്? ചെറിയ വ്യത്യാസമുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ക്യാ കർത്തി ഹേ, ക്യാ കർത്തി ഹേ, എന്ത് ചെയ്യുന്നു, ഇത്രേ ഉള്ളൂ. ക്യാ കർത്താ ഹേ ഏകവചനം പുല്ലിംഗം, ക്യാ കർത്തി ഹേ ഏകവചനം സ്ത്രീലിംഗം. മേ ക്യാ കർത്തി ഹും, മേ ക്യാ കർത്തി ഹും, ഞാൻ എന്താണ് ചെയ്യുന്നത്. മേ എന്ന് പറയുമ്പോൾ ഇവിടെ ഹും എന്നാണ് വരുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ ഹേ നമ്മൾ കണ്ടു അല്ലേ. ക്യാ കർത്താ ഹേ, ക്യാ കർത്തി ഹേ, മേ ക്യാ കർത്തി ഹും. ഇത് സ്ത്രീയാണ് ചോദിക്കുന്നത്. പുരുഷനാണെങ്കിൽ മേ ക്യാ കർത്താ ഹും, മേ ക്യാ കർത്താ ഹും, ഞാൻ എന്താണ് ചെയ്യുന്നത്. മേ ക്യാ കർത്താ ഹും, ഞാൻ എന്താണ് ചെയ്യുന്നത്. മേ ക്യാ കർത്തി ഹും, ഞാൻ എന്താണ് ചെയ്യുന്നത് സ്ത്രീലിംഗം ഏകവചനം. ഓ ക്യാ കർത്താ ഹേ, അവൻ എന്താണ് ചെയ്യുന്നത്. ഇത് ഇൻഫോർമലാണ്. ഓ ക്യാ കർത്താ ഹേ എന്ന് വെച്ചാൽ അർത്ഥം ഒന്ന് തന്നെ. വഹ് ക്യാ കർത്താ ഹേ, അത് ഫോർമൽ. വഹ് ക്യാ കർത്താ ഹേ, അത് ഫോർമൽ ഒഫീഷ്യൽ. ഓ ക്യാ കർത്താ ഹേ എന്ന് പറഞ്ഞാൽ അത് നാടൻ ബോൽച്ചാൽ സംസാര ഭാഷ. ഓ ക്യാ കർത്താ ഹേ, അവൻ എന്താണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇതിവിടെ കൂടെ നമുക്ക് എന്ത് വേണേലും ചേർക്കാം. ഇവിടെ വഹ് എന്ന് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ യഹ് എന്ന് വേണമെങ്കിൽ ചേർക്കാം. യഹ് എന്ന് പറഞ്ഞാൽ ഇവൻ, ഇവൾ, ഇത് ഈ എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ വഹ് എന്ന് ചേർത്താൽ അവൻ, അവൾ, അത് ആ എന്നൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ അത് ചേർക്കാം. ഓ എന്ന് വേണമെങ്കിൽ ചേർക്കാം, വഹ് എന്ന് ചേർക്കാം, യഹ് എന്ന് ചേർക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം യഹ് എന്ന് ചേർത്താൽ ഇവൻ, ഇവൾ, ഇത് ഈ.
വഹ് എന്ന് ചേർത്താൽ അവൻ അവൾ അത് ആ. എന്നാൽ വോ എന്ന് ചേർത്താൽ ഇത് രണ്ടിനും വഹ്ന്ന് പകരം ആണ്, അത് പക്ഷേ ഇൻഫോർമലാണ് കേട്ടോ. വോ. ക്യാ കർത്താഥ. ക്യാ കർത്താഥ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുകയായിരുന്നു. ക്യാ കർത്താഥ. ക്യാ കർത്താഥ എന്ത് ചെയ്യുകയായിരുന്നു. ക്യാ കർത്തീതി എന്ത് ചെയ്യുകയായിരുന്നു. ക്യാ കർത്തേതേ എന്ത് ചെയ്യുകയായിരുന്നു. എല്ലാത്തിനും ഓരോ അർത്ഥമാണ്. പക്ഷേ എവിടെ ഉപയോഗിക്കുന്നത്, ഇത് പുല്ലിംഗമാണ്, ഏകവചനമാണ്. ഇത് സ്ത്രീലിംഗമാണ്, ഏകവചനമാണ്. അർത്ഥമൊക്കെ ഒന്ന് തന്നെ. ക്യാ കർത്തേതേ ഇത് ബഹുവചനമാണ് കേട്ടോ. ക്യാ കർത്തേതേ എന്ത് ചെയ്യുകയായിരുന്നു. തേ എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നുള്ള അർത്ഥം. ഥ തി തേ ഇതിൻ്റെയൊക്കെ അർത്ഥം ആയിരുന്നു എന്നുള്ള അർത്ഥം ചോദിപ്പിക്കുകയാണ്. അത് ഭൂതകാലത്തിൽ നടന്നൊരു സംഭവം, നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, പഴയ കാലമാണ്. ചോദിക്കുന്നതും പഴയ കാലമാണ്. അതിന് മുമ്പ് എന്താണ് ചെയ്തിരുന്നത് എന്ന് ചോദിക്കുന്നതാണ്. എന്താണ് ക്യാ കർത്താഥ എന്താ ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഒരാളാണ് നമ്മളോട് വന്ന് പറയണമെങ്കിൽ നമ്മൾ ജോലി ചോദിക്കുകയാണ്, അയാൾ നമ്മളോട് വന്നിട്ട് ജോലി ചോദിക്കണം. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുന്നതിന് മുമ്പ് ക്യാ കർത്താഥ, പൈലെ ക്യാ കർത്താഥ, കിതർ കാം കർത്താഥ. പൈലെ ക്യാ കർത്താഥ എന്ന് വെച്ചാൽ ആദ്യം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്നാണ്. കിതർ കാം കർത്താഥ എവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ കഹാം കാം കർത്താഥ എവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിലോ ക്യാ കർത്തീതി എന്ത് ചെയ്യുകയായിരുന്നു. കിതർ കാം കർത്തീതി എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കഹാം കാം കർത്തീതി എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കുറേ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിലോ ക്യാ കർത്തേതേ എന്ത് ചെയ്യുകയായിരുന്നു. കഹാം കാം കർത്തേതേ എവിടെ ജോലി ചെയ്യുകയായിരുന്നു. കിതർ കാം കർത്തേതേ എവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജോലിക്ക് കാം എന്നാണ് പറയുക കേട്ടോ. അതേപോലെ ഭാവി കാലത്തിൽ ചോദ്യം ക്യാ കറൂങ്ക എന്ത് ചെയ്യും. ക്യാ കറൂങ്ക ക്യാ കറൂങ്ക അത് പല കോണ്ടക്സ്റ്റിൽ നമുക്ക് ചോദിക്കാം. വഴക്ക് കൂടുമ്പോൾ ചോദിക്കാം ക്യാ കറൂങ്ക ക്യാ കറൂങ്ക ക്യാ കറൂങ്ക എന്ത് ചെയ്യും, എന്താ ചെയ്യുക, എന്ത് ചെയ്യും. അങ്ങനെ ചോദിക്കാം. അതേ അർത്ഥം തന്നെയാണ് ഇത്. ക്യാ കറൂങ്കി ക്യാ കറൂങ്കി ക്യാ കറൂങ്കി ലേഡീസ് ഏകവചനം. ഇത് ക്യാ കറേങ്കെ ബഹുവചനം. ക്യാ കറേങ്കെ ഒരേ അർത്ഥം. ഈ മൂന്നെണ്ണത്തിനും ഒരേ അർത്ഥമാണ്. ക്യാ കറൂങ്ക ക്യാ കറൂങ്കി ക്യാ കറേങ്കെ എല്ലാം ഒരേ അർത്ഥം കേട്ടോ. ക്യാ കറേങ്കെ ബഹുവചനം. ക്യാ കറേങ്കി വഹ് ക്യാ കറേഗ അവൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും. വഹ് ക്യാ കറേഗ അവൻ എന്ത് ചെയ്യും. ആ വഹ് എന്ന് അവൻ എന്നുള്ളിടത്ത് വരുമ്പോൾ എന്താവും, കറേഗ അവിടെ ഈ കുത്തുണ്ടാവില്ല, ഈ കുത്തും പുള്ളിയൊന്നും ഉണ്ടാവില്ല. വഹ് ക്യാ കറേഗ അവൻ എന്ത് ചെയ്യും. വഹ് ക്യാ കറേഗി അവൾ എന്ത് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ രണ്ടും ഒന്നാ, അവനും അവൾക്കും ഒരേ വാക്കാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് വ്യത്യാസം. വഹ് ക്യാ കറേഗ അവൻ എന്ത് ചെയ്യും, വഹ് ക്യാ കറേഗി അവൾ എന്ത് ചെയ്യും. അവിടെ ഈകാരം വന്നതുകൊണ്ടാണ് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിലൊക്കെ നല്ല സൗകര്യമാണ്, എടുക്കാം. ദാ ക്യാ കറൂങ്ക എന്ത് ചെയ്യും, ക്യാ കറൂങ്കി എന്ത് ചെയ്യും, വഹ് ക്യാ കറേഗ വഹ് ക്യാ കറേങ്കെ അവൻ എന്ത് ചെയ്യും, വഹ് ക്യാ കറേഗ. ഈ ക്യാ കറേങ്കെ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താണ്, നമ്മളവിടെ ഒരു കാര്യം ചേർക്കാനുണ്ട്. എന്താണ്, വേ കണ്ടോ. വേ ക്യാ കറേങ്കെ എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും. വേ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അവർ, അദ്ദേഹം എന്നൊക്കെയാണ്. അദ്ദേഹം എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ക്യാ കറേങ്കി എന്ന് വെച്ചാൽ വേ ക്യാ കറേങ്കി എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും, സ്ത്രീകളെ കുറിച്ചിട്ടാണ്. വഹ് ക്യാ കറേഗ അവൻ എന്ത് ചെയ്യും, വഹ് ക്യാ കറേഗി അവൾ എന്ത് ചെയ്യും. നമുക്ക് ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കാം. മേ കറൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും. മേ കറൂങ്ക ഞാൻ ചെയ്യും. മേ ക്യാ കറൂ ഞാൻ എന്ത് ചെയ്യും. മേ ക്യാ കറൂങ്ക ഞാൻ എന്ത് ചെയ്യും. മേ ക്യാ കറൂ ഞാൻ എന്താ ചെയ്യുക. മേ ക്യാ കറൂങ്കി ഞാൻ എന്ത് ചെയ്യും. മേ ക്യാ കറൂ ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്യാ ഇട്ടാൽ ഞാൻ എന്ത് ചെയ്യും, നിസ്സഹായാവസ്ഥ, അങ്ങനെ ഒരു മജ്ബൂറിയാണ് കാണിക്കുന്നത്. വേ കറേങ്കെ അവർ ചെയ്യും. വേ കറേങ്കെ അവർ ചെയ്യും. വേ കറേങ്കി അവർ ചെയ്യും. വേ കറേങ്കെ അവർ ചെയ്യും. ഇവിടെ വേ എന്ന് പറയുന്നത് രണ്ടും ബഹുവചനാണ്. ഇത് ഒന്ന് സ്ത്രീലിംഗം, ഒന്ന് പുല്ലിംഗം. ഓക്കെ. വഹ് കറേഗി അവൾ ചെയ്യും. വഹ് അവൻ. വഹ് കറേഗ അവൻ ചെയ്യും. കറൂങ്ക കറേഗ
വോ കരേഗ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം.